റിസൾട്ട് നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള മീറ്റിംഗ് ചിലപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവുക. ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവുക. അപ്പൊ പലരും പല രീതിയിലായിരിക്കും. ഞങ്ങൾക്കറിയാം, അഡ്മിഷനൊക്കെ എടുത്ത വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഓരോ ബാച്ചിൽ കാണാം. വിദേശത്ത് നിന്ന് ചിലപ്പോൾ ജോലി ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ വാഹനത്തിൽ പോകുന്നവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ അത്രയും ഒരുപാട് ബുദ്ധിമുട്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകളായിരിക്കും. നിലവിൽ ഓരോ ബാച്ചിലും കാണാറുണ്ട് 58 വയസ്സ്, 60 വയസ്സ്. എനിക്ക് തോന്നുന്നു ഈ ബാച്ചിലും 66 വയസ്സുള്ള ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകതയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് 20ഉം 25 വർഷമൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട് ഗ്യാപ്പ് ഉള്ള ആളുകളാണ് ചിലപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുക. 15 വയസ്സ് മുതൽ ഏകദേശം 60 വയസ്സ്, 65 ബാച്ചിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി കൂടുതലുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ബാച്ചുകൾ വേറെ ഉണ്ട്. അപ്പൊ നിലവിൽ വിദ്യാർത്ഥികളോട് പറയുന്നത് NIOS എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വളരെ നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വിഷയം സ്വന്തമാക്കാം. NIOS കേരളത്തിൽ ഒരുപാട് ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മിസ്, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെയാണ് സർ. അപ്പൊ നിലവില് വിദ്യാർത്ഥികളോട് ഒന്നുകൂടി പറയുന്നത് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഇവിടെ പിന്നെ സംശയങ്ങളുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട്. സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. വോയിസ് ക്ലിയർ പോകുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി. എന്റെ വോയിസിന് പ്രശ്നം? വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. ഇപ്പൊ ഓക്കെ ആണ് മിസ്സേ? വൈഫൈ ഇഷ്യൂ ആയി എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടോ. അപ്പോ ഒന്ന് പറയാനുള്ളത്, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ചിലപ്പോ കരുതും ഓൺലൈൻ അല്ലേ, അല്ലെങ്കിൽ അതിലൊരു അഡ്മിഷൻ എടുത്തതല്ലേ, പിന്നെ ആ രീതിയിൽ അങ്ങ് പോകട്ടെ എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇതൊരു വിദ്യാഭ്യാസ സംവിധാനമാണ്. നമ്മൾ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്ന അതേ രീതിയിൽ തന്നെയാണ്, ഒരു ക്യാമ്പസിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. സാധാരണ ഒരു NIOSന്റെ പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ, NIOS എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിൽ കരുതുന്നുണ്ടാവും എഴുതിയാൽ എഴുതിയിട്ടില്ലെങ്കിൽ ജയിക്കും, അല്ലെങ്കിൽ വളരെ വിജയ സാധ്യത എന്നൊക്കെ കരുതുന്നുണ്ടാവും. NIOS അങ്ങനെയൊന്നുമല്ല. നിലവിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഓപ്പൺ ആയിട്ട് പറയാട്ടോ, കഴിഞ്ഞ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾ പരീക്ഷ ഹാളിൽ പോകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ഒന്നും എഴുതാൻ കഴിയാതെ അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം, സമയം കഴിയുന്നതിന് വേണ്ടിയിട്ട്. അതായത് ജസ്റ്റ് അഡ്മിഷൻ എടുത്ത് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഒന്ന് പറയുന്നത്, പരീക്ഷ ഇതൊന്ന് ജയിച്ചെടുക്കുക. നമ്മളൊരു 100 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 95-95ലധികം വിദ്യാർത്ഥികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ജയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും കൃത്യത രീതിയിലുള്ള ഫോളോ അപ്പ് ഉണ്ടായാൽ മാത്രമേ, അതേപോലെ നിങ്ങളും ഒരു പ്രാധാന്യമായിട്ട് ഈ ഒരു സംവിധാനം അത്രയും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നാണ് ഒന്ന് പറയാനുള്ളത്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടു. ഒന്ന്, മീറ്റിംഗിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാം. 100ലധികം വിദ്യാർത്ഥികളെ ജോയിൻ ചെയ്യേണ്ട സ്ഥാനത്താണ് എനിക്ക് തോന്നിയ ഒരു ബാച്ചിൽ 53. വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ കഴിയുമെങ്കിൽ, കാരണം ഞങ്ങൾക്ക് അറിയാമോ ഇവർ ചെയ്യുന്നുണ്ട്, പലരും പല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ പ്രാധാന്യപ്പെട്ടതാണ്. പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു വരുന്ന ഏപ്രിൽ ബാച്ചിൽ വെറും ഒരു വിജയമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഉള്ളതിൽ ഇന്റേണൽ മാർക്ക് മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരാണ്. ഓരോ വിഷയത്തിനും 20 മാർക്കിൽ അല്ലെങ്കിൽ 5 വിഷയത്തിന് 100 മാർക്ക് ഇന്റേണൽ മാർക്ക് വരുന്നുണ്ട്. 90ന് മുകളിൽ 100% ഇന്റേണൽ മാർക്ക് കിട്ടുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകും. എഴുതി വാങ്ങേണ്ട മാർക്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം ഞങ്ങൾക്കും ഇവിടെ ആഗ്രഹമുണ്ട് ഈ ഒരു ബാച്ച് മത്സരങ്ങളെ, ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ നിങ്ങളുള്ള പോലെ തന്നെ ഒരുപാട് ബാച്ചുകൾ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മാർക്കുള്ള, ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ഒരു ബാച്ചായിരിക്കും. അതില് ഒന്ന് പറഞ്ഞു വന്നത് 2 രീതിയിലുള്ള ഫോളോ അപ്പുകളാണ് പോകുന്നത്.
ഒന്ന്, ഇവിടെ ഞങ്ങൾ രജിസ്ട്രേഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഒരു ഒഫീഷ്യൽ ടീം ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നു. നിങ്ങൾക്കുള്ള ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടത് TMA അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ, ഹാൾ ടിക്കറ്റ് കിട്ടുക, ID കാർഡ് കിട്ടുക, നിങ്ങൾക്കുള്ള പരീക്ഷാ സെന്ററുകൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് ഞങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അറിയാലോ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. മറ്റുള്ളവരൊക്കെ സ്കൂളിൽ പോയിട്ട് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയുന്നത് ആഴ്ചയിൽ 3-4 ദിവസമായിരിക്കും ഫസ്റ്റത്തെ ക്ലാസ് ഉണ്ടാവും. പിന്നീട് പരീക്ഷയോട് അടുപ്പിച്ച് 5 ദിവസവും 6 ദിവസവും, പിന്നെ അവസാന സമയത്ത് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ടീച്ചേഴ്സ് വെക്കും. രാവിലെ മുതൽ വൈകുന്നേരം ചിലപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് പറയുന്നത് മുഴുവൻ വിദ്യാർത്ഥികളുടെയും രജിസ്ട്രേഷൻ ആദ്യം പൂർത്തീകരിക്കുക അല്ലെ. നമ്മളിപ്പോ നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റിയിട്ട് വെറുതെ പഠിച്ച് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിലവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കറക്റ്റാണ് ചെക്ക് ചെയ്ത് അത് ഒരുപാട് പ്രാവശ്യം ഓഫീസിൽ നിന്ന് ഏറ്റവും താഴെ തട്ടിലുള്ളവര് വിശകലനം ചെയ്ത് പിന്നെ നോക്കി ഓക്കെ ആണ് എന്നുള്ള രജിസ്ട്രേഷൻ ആണ് ആദ്യം പൂർത്തീകരിക്കേണ്ടത്. 6 മാസം കൊണ്ടുള്ള പ്ലസ് ടു എന്നാ പറയാം. 2027 ഏപ്രിൽ 8-നായിരിക്കും മിക്കവാറും എക്സാം ഉണ്ടാവുക. ഏപ്രിൽ 8 to മെയ് മുതലാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, നവംബറിൽ ക്ലാസ് ഒക്കെ തുടങ്ങിയ ഒരു 6 മാസമായിരിക്കും. പക്ഷെ NIOS നേരത്തെ തന്നെ രജിസ്ട്രേഷൻ കൂട്ടി. ഇപ്പൊ ഫൈനോട് കൂടിയിട്ടാണ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞു വന്നത്, വളരെ കൃത്യമായിട്ട് ഇപ്പൊ ജസ്റ്റ് ഓൺലൈനിൽ കണ്ടു നമ്മളൊരു അഡ്മിഷൻ എടുത്തതാണെങ്കിൽ കൂടി നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റിൽ നല്ലൊരു മാർക്ക് വേണം. ജയിക്കും. അതായത് അത് ഞങ്ങൾക്കൊരു തോന്നൽ വരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ ഉള്ളവരാണ്. ആ ഒരു സപ്പോർട്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ വന്ന് സഹകരണം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മാക്സിമം കഴിഞ്ഞ ഒരു ബാച്ചിലും പിന്നെ 95, അതായത് ഒരു 98% വിജയം ഉണ്ടാവാറുണ്ട്. ഒരു ഹ്യൂമാനിറ്റീസ് ഒക്കെ ഒരു 100-ൽ ഒരു 97ഓളം ജയിക്കുന്നുണ്ട്. കൊമേഴ്സ് ഒരു 95 വിദ്യാർത്ഥികൾ ജയിക്കുന്നുണ്ട്. SSLC സയൻസും കുറച്ച് കുറവാണെങ്കിലും, അതായത് അതാ ഞാൻ എന്താ പറഞ്ഞ, പഠിക്കണം. സയൻസ് എടുത്ത വിദ്യാർത്ഥികൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് പഠിച്ചിട്ട് തന്നെ ജയിക്കണം. മറ്റുള്ളവർ പഠിക്കേണ്ടെന്നല്ല, സയൻസ് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആ ഒരു തുടർ പഠനത്തിന് വേണ്ടി എടുത്ത ഒരു ഇതായിരിക്കും. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും, ലാബ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ മിസ്സേ? ഇല്ല, ഓക്കെയാണ് സർ, സംസാരിച്ചു. ആരോ ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലെ? ഒന്ന് മെസ്സേജ് ചെയ്തേ, കാരണം എല്ലാവരും വോയിസ് കേൾക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ അത്രയും സപ്പോർട്ടും സഹകരണം ഉണ്ടായാൽ മാത്രമേ ഈ ഉള്ള SSLC പ്ലസ് ടു ഒരു ലൈക്ക് അടിച്ച മെസ്സേജിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഓക്കെ ആണ്, വോയിസ് ഓക്കെ ആണ്. കാരണം ഇതൊരു യാത്രയാണ്. നമ്മൾ നല്ലൊരു ടീം വർക്കോട് കൂടി പോവാണ്. നമുക്ക് നല്ല റിസൾട്ട്, നിങ്ങൾക്കും ആത്മാർത്ഥമായിട്ടുള്ള റിസൾട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ലാസ്റ്റ് സമയത്തൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇത്രയും നല്ലൊരു ടീമല്ല. നമ്മള് പിന്നെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ പോയിട്ട് ആ റിസൾട്ട് വന്ന സമയത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇവര് റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ഒരു മാഷാ അല്ലാഹ് ഞാൻ പാസ്സായി എന്നൊക്കെ സാഹിറ മിസ്സേ ഒരു ലൈക്ക് അടിക്കലും ആ ഒരു ഇത് കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. ഇങ്ങനെ വെരി ആയിട്ട്, കാരണം റിസൾട്ട് അവരെന്നെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാത്രം വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, ജസ്റ്റ് ജോയിൻ ചെയ്ത് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, അവര് പിന്നെ ഞാൻ എന്നുള്ള മെസ്സേജുകളും കാണാം. അവര് വോയിസ് ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നു സർ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സർ, ഒരു സബ്ജക്റ്റ് ഒക്കെ പോയിട്ട് ഇപ്പൊ ഓക്കെ ആണോ മിസ്സേ? ഓക്കെ നമുക്കൊന്ന് കൊടുത്തോ. ഞാൻ ഏതായാലും കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോ അഡ്മിഷൻ എടുത്തു. ഓക്കെ, മിനിമിസ് ഇല്ലേ? മിനിമിസ് വീഡിയോ ഓൺ ചെയ്യാൻ നന്നായിരിക്കും കേട്ടോ.
അപ്പോ പിന്നെ ഒന്നുകൂടി ഇപ്പൊ വോയിസ് ഓക്കെ ആണല്ലോ? ഇപ്പൊ ഓക്കെയാണ് ടൈപ്പ് ചെയ്യാണ് സംസാരിച്ചു. ഞാൻ. ഓക്കെ. അപ്പോ ഞാൻ കാര്യത്തിലേക്ക് വരാം. ആദ്യം ഇതിന്റെ കാര്യം എന്താണ് NIOS എന്നുള്ളതും എങ്ങനെയാണ് നമ്മുടെ പഠനങ്ങളും പരീക്ഷകളൊക്കെ ഏത് സമയത്താണ് വരുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം. വിദ്യാർത്ഥികളോട് ഒന്നുകൂടി പറയുന്നു, പിന്നെ അതായത് ആവർത്തിച്ച് പറയുന്നത്, നമ്മളിപ്പോ സാധാരണ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളോ മക്കളോ ഒന്നും അല്ല അല്ലെ. പല ചുറ്റുപാടുകളും പല സാഹചര്യങ്ങളൊക്കെ, പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആ കാര്യങ്ങളൊക്കെ ഒരു ക്യാമ്പസിലേക്ക്, നമ്മുടെ NS ഗ്ലോബൽ അക്കാദമി എന്ന് പറയുന്ന ക്യാമ്പസിലേക്ക് വന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പൊ അവിടെ ടീച്ചേഴ്സ് ചിലപ്പോൾ പ്രായം കുറഞ്ഞവരായിരിക്കും. കഴിഞ്ഞ ബാച്ചിലൊക്കെ ഓർമ്മയുണ്ട്, പരീക്ഷ ഹാളിലേക്ക് പോയ സമയത്ത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന എക്സാമിന് ചിലപ്പോൾ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും. ഹസ്ബൻഡും ഭാര്യയും ഒന്നിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം ടേബിൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ വിദ്യാർത്ഥികളെ പോലെ ക്ലാസ് റൂമിൽ അച്ചടക്കം പാലിക്കുക, നല്ല ഒരു സഹകരണം. വ്യത്യസ്ത നാടുകളിലും വ്യത്യസ്ത ചുറ്റുപാടുകളിലൊക്കെ വരുന്ന ആളുകളാണ്. എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്, നല്ല റിസൾട്ട് സമ്മാനിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് NS ഗ്ലോബൽ അക്കാദമിയും ഞങ്ങളും അയാദിയും എല്ലാവരും കൂടെ നിന്ന്, അതാണ് വേണ്ടത്. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഇപ്പോൾ നിങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകളിലായിരിക്കും ഉണ്ടാവും. NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ്. NIOS SSLCക്ക് 5 സബ്ജക്റ്റുകളാണ് വരുന്നത്: ഇംഗ്ലീഷ്, മലയാളം ഓർ അറബിക്, സോഷ്യല്, സയൻസ്, മാത്സ്. ഇത്രയും സബ്ജക്റ്റുകളാണ് SSLCക്ക് വരുന്നത്, എല്ലാവർക്കും അറിയാലോ. ഇനി +2 ഹ്യൂമാനിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ +2 ഹ്യൂമാനിറ്റീസിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മലയാളം ഓർ അറബിക്. ഹിന്ദി സെലക്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു മലയാളം അറബിക്കാണ് ക്ലാസ് ഉണ്ടാവുക. ഞാൻ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു എടുത്തത്. അപ്പോ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടില്ലേ? ഓക്കെ, ഞാൻ പറയാം. ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ ഹിന്ദി നിർബന്ധമായിട്ട് വേണം എന്ന് പറയുന്നവര് ഹിന്ദി സെലക്ട് ചെയ്യാം. അവർക്ക് അതിന്റെ രജിസ്ട്രേഷനും അതുപോലെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ക്ലാസ് ഇപ്പം ഹിന്ദിയുടെ ക്ലാസ് ഇപ്പം നിലവിലില്ല. അവർ യൂട്യൂബിൽ നോക്കിയിട്ട് ഹിന്ദി പഠിക്കുക, പരീക്ഷ എഴുതുക. അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ടുകളും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതും തന്നെ അത് പറഞ്ഞതായി. ഹിന്ദി വേറെയും കുട്ടികൾ എടുത്തിട്ടുണ്ട്. അപ്പോ ഇംഗ്ലീഷ്, മലയാളം ഓർ അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി, ഈ സബ്ജക്റ്റുകളാണ് +2 ഹ്യൂമാനിറ്റീസിൽ വരുന്നത്. കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം ഓർ അറബിക്, അക്കൗണ്ടൻസി, ബിസിനസ്, പൊളിറ്റിക്കൽ സയൻസ്. സയൻസിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി. ഈ രീതിയിലാണ് സബ്ജക്ട്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഹിന്ദി ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദി സ്വന്തമായിട്ട് യൂട്യൂബിലൊക്കെ NIOS ഹിന്ദി കഴിച്ച ക്ലാസ്സുകൾ കിട്ടും. ആ ക്ലാസ്സുകൾ നോക്കിയിട്ട് പഠിക്കുക, പരീക്ഷ എഴുതുക. അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനും ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയും സബ്ജക്റ്റുകളാണ് ഉള്ളത്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. അപ്പൊ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് നിങ്ങളെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. NIOS നിന്ന് നിങ്ങൾക്ക് OTP വന്നിട്ടുണ്ടാവും. ഇമെയിലിലോട്ടും ടെക്സ്റ്റ് മെസ്സേജ് OTP വെരിഫിക്കേഷൻ നടന്നതിന് ശേഷമാണ് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. അപ്പൊ അത് ആദ്യം ഒരു വിദ്യാർത്ഥി പോലും വിട്ടുപോകാതെ ഭംഗിയായിട്ട് ചെയ്യുക. മുഴുവൻ കുട്ടികൾക്ക് അത് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വരുന്ന സമയങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കും. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം, അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നു. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വരും. ഓരോ സബ്ജക്റ്റുകൾക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിലവിൽ വരും. ഒരു മെയിൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 സബ്ജക്റ്റുകൾക്ക് 5 വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ അതിൽ അഡ്മിനായിട്ട് ഉണ്ടാവും. അതിനുശേഷം ഈ സബ്ജക്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിലവിൽ വന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സബ്ജക്ട് ഇതിന് ശേഷം ഞാനൊരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് തരും കേട്ടോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സബ്ജക്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഹ്യൂമാനിറ്റീസ് എനിക്ക് 5 സബ്ജക്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ. ഇത് എന്തിനാണ്? ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ടീച്ചർക്ക് അയക്കേണ്ട മെസ്സേജുകളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുക. ഇംഗ്ലീഷിൽ +2 മുഴുവൻ വിദ്യാർത്ഥികളുണ്ടാവും, അല്ല ഇംഗ്ലീഷ്, മലയാളത്തിൽ അറബിക്കും ഡിഫറൻറ്റ്. പൊളിറ്റിക്കൽ സയൻസിൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും വിദ്യാർത്ഥികളുണ്ടാവും. അക്കൗണ്ടൻസിയിൽ കൊമേഴ്സുകാർ മാത്രമായിരിക്കും, ബിസിനസ്സിലും കൊമേഴ്സുകാർ. ഹിസ്റ്ററിയിലും സോഷ്യോളജിയിലും ഹ്യൂമാനിറ്റീസും മാത്രമായിരിക്കും. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രിയിൽ സയൻസുകാർ മാത്രമായിരിക്കും. SSLCയിൽ പിന്നെ SSLCക്കാർ കോമൺ ആയിട്ട് പോകുന്നതാണ്. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാനുള്ളത്, പല ക്യാമ്പസുകളിലും
വിദ്യാർത്ഥികളെ പെട്ടെന്ന് കിട്ടുന്നതിന് ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് പെയിന്റിങ്, ഹോം സയൻസ്, മറ്റ് സബ്ജക്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ? SSLCക്ക് മാത്സും സയൻസും ഒക്കെ. പക്ഷെ ഞങ്ങള് വർഷങ്ങളായിട്ട് ഈ ഒരു സബ്ജക്ട് മാത്രമാണ്, സബ്ജക്ട് കോമ്പിനേഷൻ. കാരണം SSLC കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് കേരള +2 സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് റെഗുലർ ആയിട്ട് കോളേജിൽ +2 കഴിഞ്ഞവർക്ക് കഴിയണം. അപ്പൊ സബ്ജക്ട് സർട്ടിഫിക്കറ്റ് വാല്യൂ എന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സബ്ജക്ട് കോമ്പിനേഷൻ നിർബന്ധമാണ്. ചിലപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും NIOS സർട്ടിഫിക്കറ്റിന്റെ വാല്യൂനെ കുറിച്ച്. അപ്പൊ സബ്ജക്ട് കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വന്നു. സബ്ജക്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്യാമ്പസ് സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ഓൺലൈൻ ക്ലാസ് റൂമുകളുണ്ട്, പല സ്ഥലങ്ങളിലും നടക്കുന്നത് പോലെ. പിന്നെ വാട്സപ്പ് വഴിയുള്ള ക്ലാസ്സുകളോ റെക്കോർഡുകളോ അല്ല വരും. നമുക്കൊരു ഓൺലൈൻ ക്യാമ്പസ് ഉണ്ട്. ഈ ഓൺലൈൻ ക്യാമ്പസ് ഒരു ആപ്പാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് NS ഗ്ലോബൽ അക്കാദമി എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന്റെ ലിങ്ക് വരും. ആപ്പ് സ്റ്റോറിൽ ClassPlus എന്ന പേരിൽ വരും. അപ്പോൾ കൊമേഴ്സുകാർക്ക് എനിക്ക് തോന്നുന്നു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഇംഗ്ലീഷ്, മലയാളം ഓർ അറബിക് എല്ലാത്തിന്റെയും ക്ലാസ് റൂമിന്റെ ലിങ്ക് തരും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാം. ആപ്പാണ്. അപ്പൊ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാലതാമസങ്ങൾ വരാം അല്ലെ? എല്ലാ വിദ്യാർത്ഥികളും ഒന്നിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് ആപ്പിലോട്ട് വരുന്ന സമയത്തുള്ള ഒരു അറിയാലോ ഹാങ് ആവുന്നത് കാര്യം. അപ്പൊ ആദ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇവിടെ ഒരു 100 വിദ്യാർത്ഥികളാണ് ഉള്ളതെങ്കിൽ, മിസ് ഈ ഒരു ബാച്ചിൽ എത്ര വിദ്യാർത്ഥികളാണുള്ളത് നിങ്ങളെ ബാച്ചില്? 100 above ഉണ്ട് സർ. 100. അപ്പൊ ഈ ഒരു ബാച്ചിൽ 100 വിദ്യാർത്ഥികള് ആപ്പ് ക്ലാസ് റൂമുകൾ തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം 80 വിദ്യാർത്ഥികൾ ഒന്നിച്ച് ആപ്പിലോട്ട് വരും. ഒരു 20ഓളം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു 30ഓളം വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ആപ്പ്, ചിലപ്പോൾ അവരുടെ മൊബൈൽ സെറ്റിംഗ്സിന്റെ ഇഷ്യൂസ് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ട് അപ്പൊ ഇങ്ങനെ മിസ്സിനെ വിളിക്കാം, ആപ്പ് റെഡി ആയിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? 1, 2, 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ആപ്പ് ക്ലാസ് റൂമുകൾ റെഡി ആവും. ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, ഇത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയാനാണ്. ഞങ്ങളിത് കണ്ടുവരുന്നതാണ്. ഉറപ്പായിട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുറെ ആളുകൾക്ക് ആപ്പ് റെഡി ആയിട്ടില്ല, ബാക്കിയുള്ളവർ ഇങ്ങനെ പ്രശ്നം, എനിക്ക് ആപ്പ് റെഡി ആയിട്ടില്ല, ആപ്പ് റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. കാരണം അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒഫീഷ്യൽ ടീം നിങ്ങൾ സെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം. എനിക്ക് തോന്നുന്നു 5 or 6 ദിവസത്തിന്റെ ഉള്ളിൽ മുഴുവൻ ആളുകളും അല്ലെ, കഴിഞ്ഞ ബാച്ചിലെ മുഴുവൻ ആളുകളും നിലവിൽ ആപ്പിൽ കയറിയല്ലോ മിസ്സേ അല്ലെ? അപ്പൊ ആദ്യ സമയങ്ങളിൽ ആപ്പുമായി ബന്ധപ്പെട്ട ആപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത്, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ അവിടെ കാണാം. ഹ്യൂമാനിറ്റീസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്. അവിടെയാണ് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ടൈം ടേബിൾ വരും. പിന്നീട് ക്ലാസ് ഒക്കെ ഔദ്യോഗികമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആദ്യം നിങ്ങൾക്ക് 1 മാസത്തെ ടൈം ടേബിൾ എന്ന് വരും. പിന്നെ ഓരോ ദിവസവും മെയിൻ ഗ്രൂപ്പിൽ ഇന്ന് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം രാത്രി 8:30 അല്ലെങ്കിൽ 8 മണിക്കാണ് ക്ലാസ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ ആപ്പില് ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാറ് ലൈവായിട്ട് വരും, നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി ഒരു ദിവസം നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവിടെ അത് സേവ് ആയി, ക്ലാസ് അവിടെ സ്റ്റോർ ആയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ദിവസം ഇനി 1 മാസം കഴിഞ്ഞിട്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാലും ഇംഗ്ലീഷ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും അവിടെ ഓർഡറായിട്ട് റെക്കോർഡ് ആയിരിക്കും. അപ്പൊ നമുക്കിത് കേട്ട് പഠിക്കാനുള്ള സംവിധാനത്തിനാണ് നമ്മൾ ആപ്പ് ക്ലാസ് റൂം ഓൺലൈൻ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ലെ, നമ്മളിപ്പോ എങ്ങനെ കാണുക, മുഴുവൻ കുട്ടികൾ 100ഓളം വിദ്യാർത്ഥികൾ ഈ ഒരു ബാച്ച്, ഇതേ നിങ്ങളുടെ കീഴിൽ തന്നെ വേറെ 100 വിദ്യാർത്ഥികളുള്ള ബാച്ചുകളുണ്ട്. അപ്പോൾ ആപ്പ് ക്ലാസ് റൂമുകളിൽ ചിലപ്പോൾ പലരും ഉണ്ടാവും. നിങ്ങൾ അവരായിട്ടൊന്നും മെസ്സേജിനും കാര്യങ്ങളൊന്നും പോകരുത്. കാരണം എന്താ പറയുക, ഒരു ആപ്പ് ക്ലാസ് റൂം എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, കുറേ ക്യാമ്പസുകളുണ്ട്. അപ്പൊ ഈ ആപ്പ് ക്ലാസ് റൂമുകളിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതായ ഒരു കാലതാമസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റീസിലെ എല്ലാ വിദ്യാർത്ഥികളെയും ആപ്പ് ക്ലാസ് റൂമുകളിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാവും, ഒരു ഹാങ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. നമുക്ക് ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും മാക്സിമം ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. ഞാൻ നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചറോട് ചോദിച്ചാൽ 100 വിദ്യാർത്ഥികൾ, എനിക്ക് തോന്നുന്നു ഒരു 50-60 വിദ്യാർത്ഥികളൊക്കെ ആദ്യം 100-ൽ 100 ചിലപ്പോൾ ജോയിൻ ചെയ്യും. ഒരു 2 മാസം വരെ 80 ആവും, 60 ആവും, 40 ആവും. ഇതൊക്കെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ സഹകരിച്ച് ക്ലാസ് ലൈവൊക്കെ അറ്റൻഡ് ചെയ്ത്
പക്ഷെ എല്ലാവരും പലരും പല ബിസി ഉള്ളവരായിരിക്കും. എങ്കിലും നമ്മൾ അഡ്മിഷൻ എടുത്തത് നമുക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് കഴിഞ്ഞ ബാച്ചിലൊക്കെ ഒരുപാട് കുട്ടി 90 above മാർക്കുള്ള സാറേ ആ പറഞ്ഞു. ഡെയിലി ക്ലാസ്സിന്റെ നോട്ട്സ് ഇടൂ ഗ്രൂപ്പില്. ഓക്കെ ഓക്കെ, ഞാനത് ഇങ്ങനെ പറഞ്ഞു വരാം കേട്ടോ, ഞാനത് പറയാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ പിന്നെ നോട്ട്സ് വരുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നോട്ട്സ് ആ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടാണ് വരിക. വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ചില വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസിലൊക്കെ ലീഡേഴ്സ് ഒക്കെ റെഡിയാവും, ലീഡർ ആവും. അപ്പൊ ലീഡർ എന്ത് ചെയ്യും, നല്ല ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അവർ സ്വന്തമായിട്ട് നോട്ട്സ് ചെയ്ത് അവർക്ക് ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് ഇടാം, മറ്റു കുട്ടികൾക്ക് സഹായകമാകും. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല സഹകരണ മനോഭാവത്തോടു കൂടി നിങ്ങൾ പല സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളിപ്പോ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, എല്ലാവർക്കും വിജയം വേണം എന്ന രീതിയിൽ എല്ലാവരും കൂടി അവസാന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ കണ്ടുവരാറുണ്ട്. വിദ്യാർത്ഥികൾ തന്നെ ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങി, എക്സ്ട്രാ ടൈം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. നമ്മൾ മുമ്പ് SSLC ഒക്കെ പഠിക്കുന്നത് പോലെ ഒരാള് പിന്നെ ടോപ്പിക് പഠിച്ച് ക്ലാസ് എടുക്കുക, മറ്റുള്ളവർ കേൾക്കുക, അപ്പോൾ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥി എടുക്കുക. അപ്പൊ അവര് ക്ലാസ് എടുക്കുന്നത് ഒന്നുകൂടി മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലായിരിക്കും. നല്ല പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. സാറേ അതല്ല, ഈ നോട്ട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ അന്നന്ന് എടുത്തത് ആ ഒരു ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. റെക്കോർഡ് ഉണ്ടാവും തീർച്ചയായിട്ടും. കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡ് അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ നോട്ട്സ് ടീച്ചർ ഇട്ട് തരും, നിങ്ങളുടെ സബ്ജക്ട് ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരും. അതിന്റെ ക്ലാസ് അവിടെ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആയിരിക്കും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തൊരു വിദ്യാർത്ഥി വിദേശത്താണെങ്കിൽ അടുത്ത മാർച്ചിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് നാട്ടിൽ വരുന്നതെങ്കിൽ മുഴുവൻ ക്ലാസ്സുകളും ഓർഡറിലായിട്ട് അവർക്ക് അവിടെ കണ്ടു പഠിക്കാനും കേട്ട് പഠിക്കാനും സാധ്യമാണ്. ഇതാണ് ആപ്പിൽ. സാറേ അപ്പൊ ഈ മിസ്സായി പോണ ക്ലാസ്സിന് പകരം റിപ്ലേസ് ആയിട്ട് ഇത് കേട്ടാ മതിയില്ല, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെ മനസ്സിലായില്ല? എന്നുവെച്ചാൽ മിസ്സായി പോണ ക്ലാസ്സസ് ഇപ്പോ ക്ലാസ്സിന്റെ ടൈമിൽ കയറാൻ പറ്റിയില്ല, അങ്ങനെ അതിന് പകരം ഈ നോട്ട്സ് പഠിച്ച അല്ലെങ്കിൽ എക്സാം ടൈം ആകുമ്പോൾ നോട്ട്സ് പഠിക്കുകയാണെങ്കിൽ മാക്സിമം നോട്ട്സ് പഠിച്ചാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് കേട്ടാലേ? റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നതാണ് കൂടുതലും നന്നായി വരിക. കാരണം റെക്കോർഡ് ക്ലാസ് അവിടെ ഉണ്ടാവും. നോട്ട്സ് എഴുതി പഠിക്കുന്നതിനേക്കാളും നല്ലത്. കാരണം റെക്കോർഡ്സ് ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അത്ര എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ, NIOS വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പൊ അവർക്ക് പരീക്ഷയ്ക്ക് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. അപ്പോ കൂടുതൽ റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വന്നു, അതുപോലെ ഓൺലൈൻ ക്യാമ്പസ് സെറ്റ് ചെയ്തു. ആഴ്ചയിൽ 3 ദിവസം രാത്രിക്ക് 3-4 ദിവസം ഈ ടൈം ടേബിൾ വരും. രാത്രി 8 to 9 ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക, അല്ലെങ്കിൽ 8:30 to 9 ആ ഒരു ടൈമിൽ ടൈം ടേബിൾ തന്നു. ക്ലാസ്സുകളൊക്കെ ഒരു ഓൺലൈൻ സംവിധാനത്തിൽ ചില സമയങ്ങളിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ക്ലാസ് തൊട്ടൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഒരു ഭാഗത്ത് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുമ്പോൾ NIOSന്റെ ഒരു ചാർട്ട് പറയുന്നത് നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്നു. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ID കാർഡ് വരും. NIOS നൽകുന്ന ID കാർഡ് ഇവിടെ വന്നിട്ടായിരിക്കും. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഞാൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ പറഞ്ഞു, വാട്സപ്പ് ഗ്രൂപ്പുകൾ പറഞ്ഞു, ആപ്പ് ക്ലാസ് റൂമുകൾ പറഞ്ഞു, പിന്നെ ക്ലാസ്സുകൾ പറഞ്ഞു. NIOSൽ പിന്നെ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്, TMM. ആരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല അല്ലെ? പുതിയ കുട്ടികളായതുകൊണ്ട് 67ഓളം ആളുകളുണ്ട്. ഞാൻ മാത്രമാണ് ഇപ്പൊ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ എങ്കിലും എല്ലാവരും പല ചുറ്റുപാടുകളൊക്കെ ആയിരിക്കും. ക്ലാസ് റൂമുകളിൽ ഇങ്ങനെയുള്ള മീറ്റിംഗ് 2-3 മാസത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ഉണ്ടാവും ഇങ്ങനത്തെ മീറ്റിംഗുകൾ. ബാക്കി 8 ക്ലാസ്സാണ്. ക്ലാസ്സിൽ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്തിരിക്കാനൊന്നും പറ്റൂല. അപ്പോൾ പിന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു ആക്റ്റീവ് ആയിരിക്കില്ല, കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് തരാനോ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. അവിടെ താഹിറ മിസ് പോലും ഇപ്പോഴാണ് വന്നത്. ഓക്കെ, അത് ഞാനിങ്ങനെ വെറുതെ പിന്നെ പറയുന്നത് പോലെ തോന്നും. അപ്പോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ പറയാട്ടോ, ക്ലാസ് ആഫ്റ്റർനൂണിന്റെ കാര്യം ഞാൻ പറയാട്ടോ. ക്ലാസ് ലേറ്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ അവിടെ റെക്കോർഡ് ഉണ്ടാവില്ല. കൂടുതൽ ആളുകളും നമ്മൾ മുമ്പേ വർഷങ്ങളായിട്ട് ഈ ഒരു 8 to 7-ന്റെയും 10-ന്റെയും ഇടയിലാണ് എല്ലാവരും ഫ്രീ ആവുന്നുള്ള ആ രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. ബാക്കിയുള്ളവർ റെക്കോർഡ് കേൾക്കണം. ഓക്കെ, അപ്പോ പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സംവിധാനം എന്ന് പറയുന്നത് ഒന്നുമില്ല. 20 മാർക്കാണ് ഒരു സബ്ജക്ട്. ഇംഗ്ലീഷിന് 20 മാർക്കാണ്. കുറേ കുട്ടികൾ 20-ൽ 20 മാർക്ക് വാങ്ങാറുണ്ട്, 100-ൽ 100 മാർക്ക് വാങ്ങാറുണ്ട്. ഓക്കെ, അപ്പോ NIOS ഞങ്ങൾ ആദ്യം ഇതേപോലുള്ള ഒരു മീറ്റിംഗ് പറയും. മീറ്റിംഗിൽ നിങ്ങളോട് പറയും ഇത് ഫെബ്രുവരി ആണ്. അപ്പോ ഫെബ്രുവരി 1-ന് തന്നെ പറയും മാർച്ച് 31 വരെ സമയമുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെന്റ് എഴുതി തയ്യാറാക്കി തരിക. ഒന്നും എഴുതാനില്ല, എന്താണോ ചെയ്യേണ്ടത് അത് അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് വരും. 7-8 പേജ് ആയിരിക്കും A4 എഴുതേണ്ടി വരും.
8 പേര് ചോദ്യ ഉത്തരങ്ങളും കംപ്ലീറ്റ് നിങ്ങൾക്ക് തരും. അത് അവിടെ നിങ്ങളുടെ പേര് മാത്രം മാറ്റി, നിങ്ങളുടെ ക്ലാസ് മാത്രം മാറ്റി, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മാത്രം എഴുതിയിട്ട് അതേപോലെ എഴുതിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഇമെയിലായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി പറയും. സാറ് എഴുതാൻ PDF ആയിട്ട് ടെക്സ്റ്റ് ആക്കിയിട്ട് ഇട്ട പ്രോബ്ലം ഉണ്ടോ? ടെക്സ്റ്റ് ഒന്നും ആക്കിയിട്ട് ഇടാൻ പാടില്ല, എഴുതിയിട്ട് തന്നെ അയക്കണം. എഴുതിയിട്ട് ഇമെയിലിൽ അയക്കുക. അപ്പൊ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഇവിടുന്ന് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് 100 മാർക്ക് ചെയ്ത് ഞാൻ സംശയങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ രീതിയിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ചെയ്താൽ മാത്രമാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫൈൻ വരല്ല. NIOS ഒക്കെ ഫൈൻ ഒരു സബ്ജക്റ്റ് ഒക്കെ ഡേറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ 1500 രൂപയൊക്കെയാണ് ഫൈൻ. അത് ആ സമയത്ത് മീറ്റിംഗിൽ വരും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൽ വരുന്നത് SSLC പഠിക്കുന്ന വിദ്യാർത്ഥികളും സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അവരുടെ സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ എക്സാം കൂടി ഉള്ളതാണ്. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് നിലവിൽ അവർക്കുള്ള സ്റ്റഡി സെന്റർ ലഭിക്കും. സ്റ്റഡി സെന്റർ ലഭിച്ചാൽ നമ്മൾ ആ ഒരു സമയം പറയും. ഉദാഹരണത്തിന് നിങ്ങൾ ഏപ്രിൽ വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി ആകുന്ന സമയത്ത് നിങ്ങൾ ആ സെന്റർ ഒന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ നിന്ന് നിങ്ങൾക്ക് എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം തരും. ഒരു മാർച്ച് 15 ആകുമ്പോഴേക്ക് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങും. ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും SSLC വിദ്യാർത്ഥികൾക്ക് മാത്സിനും സയൻസിനും ഒക്കെ പ്രാക്ടിക്കൽ എക്സാം ജസ്റ്റ് പോവാം. അപ്പൊ അതിന് മുമ്പ് ഒരു മാസം മുമ്പ് നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ലാബ് സംവിധാനങ്ങളൊക്കെ കാണിച്ചു തരും. നിങ്ങളുടെ ജില്ലകളിൽ തന്നെ ഉള്ള സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ ലാബ് സംവിധാനങ്ങൾ കാണിച്ചു തരും. അവിടുന്ന് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളും തരും. അത് അപ്പൊ വിദേശത്തുള്ള ആളുകൾ സയൻസ് എടുത്താൽ SSLC എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫെബ്രുവരി സമയത്തിന് നാട്ടിലുണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും സ്കൂളുകളിൽ ലാബ് സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലോ, ആ വിദ്യാർത്ഥികൾ നോക്കി അതൊക്കെ ആ സമയമാകുമ്പോൾ വരും. പിന്നീട് ഹാൾ ടിക്കറ്റ് വരുന്നു. വിദ്യാർത്ഥികൾ എല്ലാവർക്കും കൂടി എക്സാം ഫീസൊക്കെ അടച്ച് ഹാൾ ടിക്കറ്റ് ഒക്കെ അടച്ച് പിന്നെ മുഴുവൻ വിദ്യാർത്ഥികളും പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് NIOS എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതേ സമയത്ത് നല്ല അതായത് മറ്റ് കോഴ്സുകളെ പോലെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളൊക്കെ വരും, അവഗണനയോട് ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു 100-ൽ ഒരു 5 വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഒരു സബ്ജക്റ്റിന് പോകാൻ സാധ്യതയില്ല. അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത ഈ ഒരു ID കാർഡ് കൊണ്ട് വരുന്ന 5 വർഷം വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ട വാലിഡിറ്റി NIOS നൽകുന്നുണ്ട്. 2027 ഏപ്രിലാണല്ലോ അല്ലെ, 28, 29, 30, 31, 32 വരെയൊക്കെ നമുക്ക് വാലിഡിറ്റി ഉണ്ട്. SSLCന്റെ പ്രാക്ടിക്കൽ എക്സാം വരുന്നത് മാർച്ചിലായിരിക്കും. PCB ക്ലാസ് ഫെബ്രുവരി സമയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ മതിയെങ്കിലും അത് നേരത്തെ തന്നെ അറിയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ ഫീസ് മാത്രം അടച്ചിട്ട്, ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഏപ്രിൽ പരീക്ഷ എഴുതാൻ കഴിയില്ല, അടുത്ത ഒക്ടോബറിലായിരുന്നെങ്കിൽ എക്സാം ഫീസ് ഒരു 3000 അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒക്ടോബറിൽ പരീക്ഷ എഴുതാം. എപ്പോഴാണോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നത് അതിനെ നേരത്തെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചാൽ നല്ലതായിരിക്കും. ഒന്നുകൂടി പറയുന്നത്, NIOSമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ബാച്ചുകൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് നല്ല റിസൾട്ടോട് കൂടിയിട്ട് വിജയിച്ച് പോയിട്ടുണ്ട്. ആ ഒരു ബാച്ചിൽ നമ്മുടെ ഈ ഒരു ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ നല്ല റിസൾട്ടോട് കൂടി നമുക്ക് പോകാൻ സാധിക്കണം. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും പലരും വീഡിയോ ഒന്നും ഓൺ ചെയ്യാതെ അല്ലെ രീതിയിൽ നിൽക്കുന്നത്. മീറ്റിംഗ് എപ്പോഴെങ്കിലും ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ 2 മാസം 3 മാസം മുന്നേ ആ സമയത്ത് മാത്രമേ ഇങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സയൻസുകാരെ പോയി ഹ്യൂമാനിറ്റീസ് ആപ്പ് ക്ലാസ് റൂമുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പരസ്പരം കുട്ടികൾ കാണാൻ നിങ്ങൾക്ക് ആകാം അധ്യാപകരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവരെ ക്ലാസ് എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. ഏതായാലും നല്ല ഒരു വിജയം, നല്ലൊരു തുടക്കമാവട്ടെ. നമുക്ക് ഏകദേശം ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കട്ടെ. അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പുകൾ വരട്ടെ, ആപ്പ് ക്ലാസ് റൂമുകൾ വരട്ടെ. ഏകദേശം ഒരു ഓഗസ്റ്റ് 15-ന് ശേഷം നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. എല്ലാവരും കൂടെ നിൽക്കുകയാണെങ്കിൽ അല്ലെ, നല്ലൊരു ഓൺലൈൻ ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പലരും പല നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം. നല്ല മഴക്കാലമോ ഇപ്പൊ പെട്ടെന്ന് കറണ്ട് പോയി വൈഫൈ കൊണ്ട് ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ക്ലാസ് നിൽക്കാം. അപ്പൊ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി നല്ലൊരു സപ്പോർട്ടോട് കൂടിയിട്ട് വരികയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. എന്താണ് ഓക്കെ അല്ലേ? എന്റെ വോയിസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ല? ഡൗട്ടുകൾ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ ആണ്, വോയിസ് എല്ലാം ഓക്കെ ആണ്. ആ
ഈ അറബിക്കും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ എല്ലാം ഉണ്ടല്ലോ. ഇനി മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ സമയത്ത് അവരത് ഓക്കെ ആക്കിയിട്ടുണ്ട് അവിടെ. ഓക്കെ. അറബിക് ഉണ്ട്, മലയാളം ഉണ്ട്. മലയാളം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോ പിന്നെ മറ്റൊന്ന് ഞാൻ പറയുന്നത്, നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. NIOS പിന്നെ ജസ്റ്റ് അതായത് നമ്മളൊക്കെ ഒരുപാട് ഒന്നുകൂടി എക്സ്പീരിയൻസ് ഇല്ല പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മറ്റൊക്കെ നമുക്ക് ജനറൽ നോളജ് ഒരുപാട്. സാധാരണ SSLC കഴിഞ്ഞ പാട് +2 പോകുന്ന ഒരാളെ പോലെ അല്ലല്ലോ. അപ്പൊ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. ആ കാരണം കൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു 3 വർഷം മുമ്പില്ല 58 വയസ്സുള്ള ആളാണ് ഏറ്റവും ടോപ്പ് മാർക്ക് +2 വാങ്ങിയത്. അത്ഭുതപ്പെടുകയും. അപ്പോ പിന്നെ സംഭവം ഇത് ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നല്ല കേട്ടോ. അതായത് പിന്നെ നമുക്കിപ്പോ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ഒന്ന് രീതിയിൽ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓൺലൈൻ ആണെന്നുള്ള രീതിയിലും അതാവുന്ന ആദ്യമേ പറയും ടീച്ചേഴ്സിനോടൊക്കെ. ഇപ്പൊ ആ ടീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ മാത്രമാണ് നമ്മൾ ഇതിന്റെ NS ഗ്ലോബൽ അക്കാദമിയുടെ ഡയറക്ടറാണ്. അപ്പോൾ അതില് ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു പോയി. ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത് ജസ്റ്റ് ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി ജയിക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും ജയിക്കാം, റിസൾട്ട് തന്നെ വരും തീർച്ചയായിട്ടും. അപ്പൊ അതില് ടോപ്പ് മാർക്ക് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സുകളിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ സംസാരങ്ങൾ അല്ലെ, നമ്മളിപ്പോ പിന്നെ ആ ഒരു അച്ചടക്കം മൈൻഡിൽ കുട്ടികൾ ഇരിക്കുന്നത് പോലെ നല്ല, അതായത് നമ്മളെ ക്ലാസ് റൂമുകളിൽ ഇരിക്കുന്ന ആ ഒരു അച്ചടക്കം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന ആ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതി ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ക്ലാസ് റൂമുകളിൽ പിന്നെ അതേപോലെ ടീച്ചേഴ്സിന് പേഴ്സണൽ ആയിട്ടൊക്കെ സംശയങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ഒരു ടീച്ചർ എന്നുള്ളൊരു പിന്നെ അധ്യാപകൻ എന്നുള്ളൊരു കാര്യം നമ്മൾ കാണിച്ചാൽ വളരെ നന്നായിരിക്കും. ഒന്നുകൂടി ക്ലാസ് റൂമുകളിലായി കഴിഞ്ഞാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലായി കഴിഞ്ഞാലും നമ്മൾ മറ്റ് പിന്നെ മെന്റേഴ്സ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു ക്ലാസ് നമുക്ക് ചിലപ്പോൾ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കുക, ആ ഒരു രീതിയിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പോവുക. കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കോൺവെക്കേഷൻ ഒക്കെ വെക്കാറുണ്ട്. അതില് പിന്നെ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് മൊമെന്റും ഒക്കെ വരുന്ന സമയത്ത് അന്ന് എല്ലാവർക്കും ഒന്ന് നേരിട്ട് കാണാൻ കഴിയുന്നവർക്ക് കാണാം. പല കോഴ്സുകളെയും ആ രീതിയിൽ വരാറുണ്ട്. നമ്മൾ കാലിക്കറ്റ് എവിടെയെങ്കിലും ഹാളിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുക എന്നുള്ളത്. അപ്പോ ഈ ഒരു 2027 ബാച്ച് വിദ്യാർത്ഥികളിൽ ഞാൻ നേരത്തെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് പിന്നെ സംഭവം NIOS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആ രീതിയിൽ നല്ല വാല്യൂ ഉള്ള സംവിധാനങ്ങൾ തന്നെയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ നിന്ന് യാതൊരു പ്രശ്നമില്ല. സാധാ +2 ആ രീതിയിൽ തന്നെയാണ് റെഗുലറായിട്ട് ഗവൺമെന്റ് കോളേജുകൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ SSLCക്ക് പഠിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് പരീക്ഷ എഴുതുന്നവർക്ക് വലിയ എമൗണ്ട് ഫീസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിദേശത്ത് പരീക്ഷ എഴുതാനുള്ള സംവിധാനം എടുക്കാറില്ല. അതേ സമയത്ത് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്തു. പിന്നെ ഓഗസ്റ്റ് പകുതി ആ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മുടെ ക്ലാസ് റൂമുകൾ ആപ്പൊക്കെ സെറ്റ് ചെയ്തു. സജീവമായി ക്ലാസ് റൂമുകളൊക്കെ ഒരു രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മാസം കഴിയുമ്പോഴേക്ക് ചാപ്റ്റേഴ്സിന്റെ കാര്യം കൂടി ഞാൻ പറയാം. +1 +2 അല്ലെ, നമ്മുടെ 2 ഇയർ ഉള്ള സബ്ജക്റ്റുകളാണ് ഒറ്റ 6 മാസം കൊണ്ട് പഠിക്കുന്നത്. അതിന്റെ കാര്യം ഗൗരവം മനസ്സിലാക്കണം. 32 33 ചാപ്റ്റേഴ്സ് ഉണ്ടാവാം. ഈ 33 ചാപ്റ്റേഴ്സിൽ നമ്മൾ ആകെ കേവലം ഒരു 3-4 ദിവസം 1 മണിക്കൂർ മാത്രം ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ക്യാപ്സ്യൂൾ പോലെ തരിക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും എടുക്കുക. ചില ക്ലാസ് റൂമുകളിൽ ചിലപ്പോൾ കുട്ടികൾ പറയും, സാറേ ഈ അണ്ടർലൈൻ ഈ ഹെഡ് ഈ കാര്യങ്ങൾ വന്നിട്ട് ഇത് കംപ്ലീറ്റ് എടുത്ത് പോകുമ്പോഴേക്കും നമ്മൾ 3-4 പോലെ ഇരുന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ പരീക്ഷയ്ക്ക് പിന്നെ NIOS തന്നെ പറഞ്ഞിട്ട് 40% പിന്നെ നിങ്ങൾ അസൈൻമെന്റ് TMA സബ്മിറ്റ് ചെയ്യുന്നത്, ബാക്കി 60% മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഈ 60% മാർക്കും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ടീച്ചേഴ്സ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോവുക. വിദ്യാർത്ഥികളായ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല സപ്പോർട്ടോട് കൂടിയിട്ട് ടീച്ചേഴ്സോട് കൂടെ നിന്ന് പിന്നെ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ പോകും. മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ റെക്കോർഡ് ആണെങ്കിൽ പിന്നെ ആ സമയങ്ങളിൽ തന്നെ റെക്കോർഡ് പിന്നെ കൂടുതൽ സമയങ്ങളിൽ നിൽക്കാതെ രീതിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാം. പറഞ്ഞോളൂ റോബിൻ എന്തോ പറയാനുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാൻ ചോദിക്കാം കേട്ടോ. മീഡിയം ഇംഗ്ലീഷ് തന്നെയല്ലേ സബ്ജക്ട്സ് എഴുതുന്നത്? സബ്ജക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാവുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള കുട്ടികളിൽ 90 എബോവ് വിദ്യാർത്ഥികളും മലയാളം മീഡിയം വേണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പരീക്ഷയ്ക്കുള്ള ചോദ്യം SSLC വിദ്യാർത്ഥികൾക്ക് ഹിന്ദിയിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതാം. അതേസമയം 12th ഗ്രേഡിനാണ് ചോദിച്ചത്. 12th ഗ്രേഡിന്
+2 വരുന്നത് പിന്നെ SSLC +2 ഞാൻ പറയാം. +2 വരുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പരീക്ഷ എഴുതാം, ക്ലാസ്സുകൾ മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. അവർക്ക് പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതാം, പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതാം. ഇനി പിന്നെ മലയാളം പിന്നെ SSLC വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് മീഡിയം വേണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷ് മീഡിയം എന്ന് കൊടുക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തല്ലോ, ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ് അയച്ചു തരാറുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്, NIOS നൽകുന്നതാണ്. അതൊക്കെ പല സമയത്തും പല പരീക്ഷയ്ക്കൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് വരിക. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് തന്നെ വലിയ ഈ ഒക്ടോബർ ബാച്ച് സ്റ്റുഡൻസിന് ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ജൂണിൽ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പോഴല്ലേ വന്നു മിസ്സേ? ഇപ്പൊ അതെ, അതെ, 2 മാസമായിരുന്നു. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, SSLC ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, പിന്നെ മലയാളം മീഡിയം ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം എന്ന് പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം, ഇംഗ്ലീഷിലാണ് ചോദ്യം വരിക, ഇംഗ്ലീഷിൽ എഴുതാം. ക്ലാസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നമുക്ക് ക്ലാസ്സുകൾ പിന്നെ പല ഭാഗത്തും യൂട്യൂബിലൊക്കെ കിട്ടുമെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ കൂടുതലും മലയാളം രീതിയിലാണ് പോകുക. ഭൂരിപക്ഷം കുട്ടികൾ ആ രീതിയിലുള്ളത് കൊണ്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം ഗൈഡൊക്കെ വാങ്ങാവുന്നതാണ്. ഓക്കെ, ബുക്സിന്റെ കാര്യം ഞാൻ പറയാം. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ NIOS അയക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ആദ്യം തന്നെ പറയുന്നു വളരെ വൈകിയാണ് എത്തുന്നത് തന്നെ വലിയ ചാക്ക് കെട്ടുകളൊക്കെ ആയിട്ട് അത്രയും ബുക്സുകളാണ് ഉണ്ടാവുക. ഒരു അക്കൗണ്ടൻസിക്ക് തന്നെ 4 ബുക്കൊക്കെ വരും, തടിച്ച വലിയ ബുക്കുകളാണ് വരും. ഇത് കാണുമ്പോൾ തന്നെ കുട്ടികളുടെ ബോധം പോകും, ഇത്രയും എങ്ങനെയാണ് ഞാൻ പഠിച്ച് പരീക്ഷ ചെയ്തതാണ്. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്, പിന്നെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഓർമ്മയുണ്ട്, പാർസൽ വന്നു, പോസ്റ്റ് വഴിയാണ് തോന്നുന്നു കേട്ടോ, ഒരു വലിയ ചാക്കെട്ട് എടുത്തിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. അത്രയും ബുക്കുകളാണ് വരുന്നത്, NIOS ബുക്ക് വരുന്നതാണ്. അപ്പൊ ഗൈഡ് വിദ്യാർത്ഥികൾക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 890 രൂപയാണെന്ന് തോന്നുന്നു ഒരു ഇതിന് വരുന്നത്. അറബിക്ക് ഗൈഡ് ഇല്ല കേട്ടോ, മലയാളം പിന്നെ SSLCക്ക് ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, സോഷ്യൽ, മാത്സ് എന്നുള്ള രീതിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി മാത്രം ഉൾപ്പെടുത്തി, പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഗൈഡ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ അത് 890 രൂപ അടച്ച് വിദ്യാർത്ഥികൾക്ക് മെന്ററോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരത്തെ അയച്ചു തരും. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ രീതിയിൽ പോകുക. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വരും, പക്ഷേ അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. NIOS ഡിപ്പാർട്ട്മെന്റ് അയക്കുന്നതാണ്. ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠനം കാര്യങ്ങളൊക്കെ പിന്നോട്ടാവും. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു വന്നത്, ഗൈഡ് വാങ്ങുന്നവര് ഗൈഡ് വാങ്ങുക. ഗൈഡ് വാങ്ങിയിട്ട് നമുക്ക് വളരെ നേരത്തെ തന്നെ അതൊരു ഇങ്ങനെ വായിച്ചു പോവുക എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ സോഷ്യൽ മീഡിയക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റൊക്കെ ആയിട്ട് എക്സ്പീരിയൻസുള്ള ആളുകളായതുകൊണ്ട് തന്നെ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾക്ക് സ്വന്തം വായിച്ച് പഠിച്ച് തന്നെ എഴുതാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അതേപോലെ അക്കൗണ്ടൻസി, മാത്സ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒന്നുകൂടി പിന്നെ ക്ലാസ്സുകൾ നന്നായിട്ട് വേണ്ടത്. ഇംഗ്ലീഷിനൊക്കെ നല്ല റിസൾട്ട് ആട്ടോ. മുമ്പൊക്കെ നമുക്ക് ഇംഗ്ലീഷിനെ പേടി ഉണ്ടാവാം. ഇംഗ്ലീഷിന്റെ സാറ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് ക്ലാസ്സൊക്കെ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ലേ? നിങ്ങൾ പിന്നെ ഹാപ്പി അല്ലേ? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. സാർ, ഇതിന്റെ രജിസ്ട്രേഷൻ റെഡി ആവുന്നില്ല. എന്താ കാരണം? എന്താ അവർ പറയുന്നത്? അതില് ഇമെയിൽ ID ഒക്കെ OTP വരുന്നത് വരെ ഓക്കെയാണ്, പിന്നെ ഒന്നും റെഡി ആവുന്നില്ല. ഒരു 3-4 പ്രാവശ്യം നോക്കി, പക്ഷെ റെഡി എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇമെയിൽ IDയിലോട്ട് പിന്നെ ഇൻബോക്സ് ഫുൾ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ വരാറുണ്ട്. ഒരുപാട് പ്രാവശ്യം അവർ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ അവർ തന്നെ പുതിയ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് തരും. ഓക്കെ, ഒരു 3 ഇമെയിൽ IDയിൽ നോക്കി, പക്ഷെ റെഡി ആവുന്നില്ല. ഓക്കെ, അത് ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ നിന്ന് ഒന്ന് കൈമാറിയാൽ മതി. സാർ, ഞാൻ അവിടെ ചോദിച്ചിരുന്നു, അപ്പൊ അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡൗട്ട് ഉണ്ട്. നേരത്തെ ആണെങ്കിലേ മോനാണെങ്കിൽ കണ്ടിന്യൂസ് CBSE ആയിരുന്നേ, സൗദി അറേബ്യയിലാണ് നേരത്തെ പഠിച്ചത്. അപ്പം ക്ലാസ്സുകൾ ഇംഗ്ലീഷിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാര്യം വെച്ചാൽ മലയാളം കുറച്ച് പ്രയാസമാണ്. ആദം ബിൻ മുഹമ്മദ്. എവിടെ ജില്ല ഏതാ വരുന്നത്? ട്രിവാൻഡ്രം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തിരാം. ഓൾറെഡി NIOS എടുത്തു വെച്ച ക്ലാസ്സുകൾ ഞാൻ അവിടെ ഇംഗ്ലീഷിലെ ക്ലാസ്സുകൾ ഉണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പൊ അതിന്റെ ഞാൻ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ആക്കി തരാം. അപ്പൊ അത് ഇംഗ്ലീഷിലെ കംപ്ലീറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകളുണ്ട്. ഇംഗ്ലീഷിലുള്ള ഗൈഡും അയച്ചു തരാം.
NIOSന്റെ നേരിട്ട് നൽകുന്ന ക്ലാസ്. അപ്പൊ അത് ഞാൻ ഒന്ന് റെഡി ആക്കാം കേട്ടോ. ഒന്ന് മിസ് നോട്ട് ചെയ്താൽ മതി. രജിസ്ട്രേഷൻ ഓക്കെ ചെയ്ത് സൈറ്റിൽ ആ ക്ലാസ്സുകൾ കംപ്ലീറ്റ്. ഓക്കെ, ഓക്കെ 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 താങ്ക്സ്. നെക്സ്റ്റ് ആരാ? സോ ഞാന് കഴിഞ്ഞ ബാച്ചില് SSLC എഴുതിയതാ എനിക്ക്. ആ അപ്പോ ഞാൻ രജിസ്റ്റർ ചെയ്യണോ? അതേ ഇത് മതിയില്ലേ? അത് ഒരു ഈ കാര്യം വിട്ടുപോയിട്ടാ, നല്ലൊരു ചോദ്യമായിരുന്നു. അതായത് ഒന്ന് ഞാൻ പറഞ്ഞത് SSLC ഇപ്പൊ കഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവരൊന്ന് ചെയ്യേണ്ടത്, നമുക്കൊരു റൂളുണ്ട്. SSLC എഴുതണമെങ്കിൽ 15 വയസ്സ് പൂർത്തിയാവണം എന്നുള്ളൊരു റൂളുണ്ട്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ +2 എഴുതണമെങ്കിൽ SSLC ഞാനത് ടോപ്പിക് വിട്ടുപോയതാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞത്. ആ ഒരു ടോപ്പിക്ക് എന്റെ വിട്ടുപോയതാണ്. അപ്പോൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഒന്നുകൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ആ ഓൾറെഡി ആ സർട്ടിഫിക്കറ്റോ മാർക്ക് ലിസ്റ്റോ അയച്ചു കഴിഞ്ഞാൽ ഓഫീസ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കും. OTP വെരിഫിക്കേഷൻ ആവശ്യമൊന്നുമില്ല, അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ 2 വർഷം പൂർത്തിയായാൽ മാത്രമേ NIOSന്റെ +2 എഴുതാൻ കഴിയുള്ളൂ. അതായത് മുഴുവൻ സബ്ജക്റ്റുകൾ എഴുതാൻ കഴിയുകയുള്ളൂ. അത് ഒരു പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരാറില്ല. ചിലപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവര് SSLC ഇപ്പൊ കഴിഞ്ഞതായിരിക്കും. അപ്പൊ വന്നു കഴിഞ്ഞാൽ NIOSൽ 6 മാസം കൊണ്ടാണല്ലോ +2. ഈ 2026 ഏപ്രിൽ വന്ന കുട്ടിക്ക് ഒരിക്കലും 2027 ഏപ്രിൽ +2 കിട്ടില്ല. അപ്പൊ NIOS കൊടുക്കുന്ന റൂൾ എന്ന് പറയുന്നത് 5 സബ്ജക്റ്റിൽ 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏപ്രിൽ എഴുതാം. അപ്പോൾ അതിനുശേഷം SSLC സബ്ജക്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ, സയൻസ്, മാത്സ്. ഇതിൽ 4 സബ്ജക്ട് നമുക്ക് 2027 ഏപ്രിൽ എഴുതിയിട്ട് 2028 ഏപ്രിൽ ആകുമ്പോൾ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റും എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് NIOS നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അറിയാലോ. കാരണം ഇയർ ലാഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യും, നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു +2 എന്ന് പറയുന്ന സംവിധാനം പോകും. +1ഉം +2ഉം കൂടിയിട്ടാണ് ഈ ഒരു +2 വരുന്നത്. അപ്പോൾ പിന്നെ ക്ലാസ് സൂം ആയിരിക്കില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് റൂം സൂം ഒക്കെ ആണെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പിന്നെ 28 സബ്ജക്റ്റുകൾ ഉണ്ടാവും മൊത്തത്തിൽ, എല്ലാ ഗ്രൂപ്പുകളും വരും. അപ്പോൾ അല്ലെങ്കിൽ ഈ 5 സബ്ജക്റ്റിന്റെ ക്ലാസ് ഡെയിലി വന്നിട്ട് 2 മാസം ക്ലാസ് കേൾക്കാത്ത ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ക്ലാസ്സിന്റെയും സൂം ലിങ്ക് അയച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെ റിസ്ക് ആണ്. അതുകൊണ്ട് ക്ലാസ് റൂമുകളിലായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികള് ഒന്നുകൂടി കേൾക്കുന്നത് ശ്രദ്ധിക്കുക. കാരണം എക്സാമിന്റെ പരീക്ഷയ്ക്ക് വരുന്ന സമയത്തായി ഇവർ മനസ്സിലാക്കുക എനിക്ക് 4 സബ്ജക്റ്റ് ഉള്ളൂ. എന്നിട്ട് മെന്ററെ വിളിക്കാൻ തുടങ്ങും, എന്താ മിസ്റ്റേ എനിക്ക് 4 സബ്ജക്റ്റേ ഉള്ളൂ, പിന്നെ ഒരു സബ്ജക്ട് എന്തുകൊണ്ട് ഇപ്പൊ എഴുതാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു റൂളാണ്, 2 വർഷം പൂർത്തിയായാൽ മാത്രമേ ഒരു സബ്ജക്ട് എഴുതാൻ കഴിയുകയുള്ളൂ. വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അത് കൊടുത്താൽ മാത്രം മതി. ഡോക്യുമെന്റ്സ് അവർ ചെയ്തു. അപ്പൊ സർട്ടിഫിക്കറ്റ് 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടും അല്ലെ? 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടും. അതായത് ഒരു സബ്ജക്ട് അവിടെ പിടിച്ചു വെക്കും. എപ്പോഴാണോ 2 വർഷം പൂർത്തിയാവുന്നത് ആ സമയത്ത് ഈ ഒരു സബ്ജക്ട് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വാങ്ങാം. അതുവരെ 4 സബ്ജക്റ്റിന്റെ മാർക്ക് വരും. സാറേ എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിലാണ് എക്സാം എഴുതാ? എല്ലാ വിഷയങ്ങളും +2 ഉള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ആശങ്ക വേണ്ട കേട്ടോ. ഒന്നാമത് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒരു വർഷം NIOSൽ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ കൂടിയിട്ട് ഏകദേശം ഒരു 300-400 വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ എഴുതുന്നുണ്ട്. പല രീതിയിലും 18ഉം പിന്നെ അല്ലെങ്കിൽ 10ഉം 15ഉം 20ഉം 25 വർഷമൊക്കെ പഠനമായിട്ട് ഗ്യാപ്പുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതില് ഇംഗ്ലീഷിൽ ചോദ്യം വന്നാലും നിങ്ങൾക്ക് മലയാളത്തിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലാണ് സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു 6 വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റീസിൽ ഒരു 97 വിദ്യാർത്ഥികൾ 100ൽ ജയിക്കുന്നുണ്ട്. കൊമേഴ്സിൽ 95 അപ്പൊ 5 വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ ഒരു ഏകദേശ കണക്കാട്ടോ, 3%, 5% എന്ന് വരുന്നത്. സയൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഒരു 80%ഒക്കെയാണ് സയൻസിൽ വരിക. സർ +2 ഹ്യൂമാനിറ്റീസ് ഇംഗ്ലീഷിലാണോ ക്ലാസ് അതോ എങ്ങനെയാ? മലയാളത്തിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ക്ലാസ് വേണ്ടവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ലിങ്ക് തരും. അവിടെ ക്ലാസ് ഓൾറെഡി NIOSന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, അതിന്റെ ലിങ്കാണ് കിട്ടുക. കാരണം ഇത് ഞാൻ നേരത്തെ പറയാനുള്ള കാരണം നമുക്ക് കൂടുതൽ വിദ്യാർത്ഥികളും മലയാളം മീഡിയം ആയതുകൊണ്ട് മലയാളത്തിലായിരിക്കും. എങ്കിലും ടീച്ചേഴ്സ് ഇംഗ്ലീഷിലും അതിന്റെ എക്സ്പ്ലനേഷനും നോട്ട്സും കാര്യങ്ങളൊക്കെ തരും. ഗൈഡ് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ വാങ്ങാം. പരീക്ഷ എഴുതുമ്പോഴും ഇംഗ്ലീഷിലാണല്ലോ എഴുതണ്ടേ? പരീക്ഷ എഴുതും മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതുന്നവർക്ക് മലയാളത്തിൽ എഴുതാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. സാർ അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ പിന്നെ മലയാളത്തിൽ തന്നെയാണോ ഉണ്ടാവുക? ടെക്സ്റ്റ് ബുക്ക് +2 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. മലയാളം വിദ്യാർത്ഥികൾ SSLC വിദ്യാർത്ഥികൾക്ക് മലയാളം മീഡിയം ഉണ്ടാവും. ഓക്കെ, എന്റെ മോള് +2 ആണ്, അപ്പം ഇംഗ്ലീഷിൽ തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷിലാണ് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഞാൻ ആദ്യമേ പറയുന്നു കേട്ടോ, NIOS നൽകുന്നതാണ്. പിന്നെ അപ്പൊ വളരെ വൈകിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്ക് വരാറുണ്ട്.
എറണാകുളമാണ് ഓ റീജിയണൽ സെന്റർ വരുന്നത്. ചില ആളൊക്കെ എറണാകുളം ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓഫീസിലൊക്കെ പോയി ഒന്ന് അപ്പൊ സംസാരിച്ചിട്ട്. നമ്മൾ ആക്ച്വലി ദുബായിലാണ് ഉള്ളത്, അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പக்கம் നോക്കണം അല്ലേ? അതെ അതെ അതെ. ഇപ്പം നിലവിൽ കഴിഞ്ഞ ബാച്ചുകൾ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്, ഗൈഡ് വാങ്ങും. ഗൈഡ് വാങ്ങിയിട്ട് ആ വിദേശത്ത് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ ആ കൊടുക്കും. ആ അഡ്രസ്സിലോട്ട് ഗൈഡ് നിങ്ങൾക്ക് ഏകദേശം ഒരു 2 വീക്ക് 3 വീക്ക്, അതായത് നിങ്ങൾ ഒന്ന് പേയ്മെന്റ് ചെയ്ത് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആ 3 ആഴ്ചക്കുള്ളിൽ ഗൈഡ് വീട്ടിലെത്തും. ശരി ശരി. എക്സാം സെന്റർ എന്റേത് മൈസൂരിലാണ് സർ. അപ്പോ കുഴപ്പമുണ്ടോ അതില്? മൈസൂരിലാണെങ്കിൽ നിലവിൽ എക്സാം സെന്ററുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് 14 ജില്ലകളിൽ, നമ്മളിപ്പോൾ കേരളത്തിലാണല്ലോ ഭൂരിപക്ഷം ആളുകൾ ഉള്ളത്. പിന്നെ മറ്റ് അവിടെ നിന്നൊക്കെ എക്സാം എഴുതിയ ആളുകളുണ്ട്. അപ്പോൾ എക്സാം സെന്റർ അവിടെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പേഴ്സണലായിട്ട് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഏത് രീതിയിലാണ് പരീക്ഷ എഴുതേണ്ടത്, ഏത് ഭാഷയിലാണ് കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഏത് മലയാളം മാറ്റിയിട്ട് മറ്റു രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ആ രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ. ഒരു ചോദ്യം ചോദിക്കാണ്ട്. എക്സാം എങ്ങനെ? ഒരു ചോദ്യം ചോദിക്കാണ്ട്. യെസ്, പറഞ്ഞോളൂ. ചോദിച്ചോളൂ. നമ്മള് നിങ്ങൾ പറഞ്ഞ ഈ പുസ്തകവും ഗൈഡൊന്നും നമ്മളാ ഫീസിൽ പെടൂല? പുസ്തകങ്ങൾ പെടും കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് അതിൽ പെടും കേട്ടോ. ഗൈഡ് വേണമെങ്കിൽ മാത്രം വാങ്ങണം എന്ന് പറഞ്ഞതാണ്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ ഫീസിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പഠിക്കാൻ ഒരു പഠന സഹായി എന്നുള്ള രീതിയിൽ ഗൈഡ് വേണമെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞതാണ്. ഓക്കെ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. ഓക്കെ. ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. എനിക്ക് ക്ലാസ്സും മലയാളത്തിൽ വേണം, എക്സാമും മലയാളത്തിൽ എഴുതണം. എല്ലാം മലയാളത്തിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ക്ലാസ്സുകളും മലയാളത്തിലുണ്ടാവും, എക്സാമും മലയാളത്തിൽ എഴുതാം. അതാണ് നിങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള ആ രീതിയിലാണ് വരുന്നത്. എക്സാം സെന്റർ പറയുന്നു, നിലവിൽ ഓരോ വിദ്യാർത്ഥിയെയും വിളിച്ച സമയത്ത് എക്സാം സെന്റർ, അത് നിങ്ങളുടെ എക്സാം സെന്റർ അല്ല കേട്ടോ, സ്റ്റഡി സെന്റർ ആണ്. ഈ സ്റ്റഡി സെന്റർ എന്തിനാ ആവശ്യം വരിക എന്ന് പറയുന്നത്, ഒരു 1 മന്ത് കഴിയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ID കാർഡ് വരും. നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ഉള്ള ID കാർഡ്. ഈ ID കാർഡിൽ പിന്നെ SSLC ബുക്ക് മലയാളത്തിൽ വരും കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വരാൻ വൈകും, 3-4 മാസമൊക്കെ കഴിയും. പിന്നെ എപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയില്ല, ആ രീതിയിലൊക്കെ വരിക. അപ്പോൾ ഈ ID കാർഡിൽ സെന്റർ ഉണ്ടാവും. ഈ സെന്റർ നമുക്ക് വരുന്ന ഉപകാരം ആകെ ഉള്ളത്, ഒന്ന് SSLC വിദ്യാർത്ഥികൾക്കും അതുപോലെ +2 സയൻസ് വിദ്യാർത്ഥികൾക്കും പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുക ഈ സ്റ്റഡി സെന്ററിലായിരിക്കും. അവര് കോൺടാക്ട് ഈ എല്ലാ ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് എല്ലാവർക്കും ഈ NIOC സ്റ്റഡി സെന്ററിൽ ഒരു PCP പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തെ ക്ലാസ് വെക്കാറുണ്ട്. ജസ്റ്റ് അതിൽ പോകാൻ നിർബന്ധമൊന്നുമില്ല. SSLC കാരും സയൻസുകാരും പോലെ നിർബന്ധമാണ്. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പോവാം. എന്താണ് പരീക്ഷ, എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. അവര് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സുകാരും കൂടുതലാളും പോകാറില്ല. പിന്നെ വരുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നത് ഇവിടെയായിരിക്കും, ഈ സ്റ്റഡി സെന്ററിലായി. പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ 8 മുതൽ മെയ് 8 വരെ, ഞാൻ ഏകദേശ കണക്ക് പറയണേ, ചില കാരണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പരീക്ഷ കഴിഞ്ഞാൽ 45 ദിവസം കൊണ്ട് നമ്മുടെ റിസൾട്ട് വരും. 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 45 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഈ സ്റ്റഡി സെന്ററിൽ വരും. ഈ സ്റ്റഡി സെന്ററിൽ നമ്മൾ പോയിട്ടാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അപ്പോ ഒരു സബ്ജക്റ്റിൽ വല്ലതും ഫെയിൽ ആയപ്പോ എക്സാം അപ്ലൈ ചെയ്താൻ പറ്റുക? ഓക്കെ. നമ്മളിപ്പോ ഈ പിന്നെ ഏപ്രിൽ 8 മെയ് 8ന്റെ സമയം കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഒരു ജൂൺ ജൂലൈ ഒരു 25-നൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ അല്ലെ, പിന്നെ നമ്മൾ ഇനി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3-4 കുട്ടികൾ പരാജയപ്പെടാറുണ്ട്. അവർ ഒരു സബ്ജക്റ്റിനെ പോകുള്ളൂ. എല്ലാ സബ്ജക്റ്റിനും എഴുതാനും വായിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ 4 സബ്ജക്റ്റ് ഒക്കെ പോകും. എന്നാലും ഒരു സബ്ജക്റ്റ് ഒക്കെ കിട്ടുന്ന കാണാറുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു പിന്നെ, ഞാനത് ഡേറ്റ് പറഞ്ഞത് ജൂലൈ ഓഗസ്റ്റ് അല്ലെ, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത് പിന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്നൊരു എക്സാം വരാറുണ്ട്. അതെല്ലാ ജില്ലകളിലും സെന്റർ ഉണ്ടാവാറില്ല. കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, ചില ജില്ലകളിലൊക്കെ അത് കാണാറുള്ളൂ. അവിടെ പോയിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് പോയിട്ട് പരീക്ഷ ഒരു 2 മാസത്തിന് ശേഷം എഴുതാം. അല്ലെങ്കിൽ അടുത്ത ഒക്ടോബർ വരുമല്ലോ നമ്മുടെ പരീക്ഷ വരുന്ന സമയം, ആ ഒക്ടോബറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു എക്സാം സെന്ററിൽ തന്നെ പോയിട്ട് എക്സാം ഫീസ് അടച്ചിട്ട് പരീക്ഷ എഴുതാം. അതാണ് ആ ഒരു സബ്ജക്റ്റ് പോയാൽ നമ്മൾ അതിപ്പോൾ മൈൻഡിൽ കൊടുക്കുകയും വേണ്ട. ഒരു സബ്ജക്റ്റും പരാജയപ്പെടില്ല എന്നുള്ളൊരു മൈൻഡിൽ തന്നെ നിൽക്കുക, റെഡിയാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്റെ യൂസുമായി ബന്ധപ്പെട്ടിട്ട്? മിസ് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ പിന്നെ ഇത് മാത്സിന്റെ കാര്യം പറഞ്ഞത് ഹലോ ഇങ്ങനെ
അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയണോ, നമ്മൾ അത്രയും നല്ലൊരു ഒരു ക്യാമ്പസ് ആകുമ്പോൾ മറ്റുള്ളവർ ഇതുപോലെ അല്ലല്ലോ അല്ലെ. നമ്മളൊരു ക്യാമ്പസ് ആകുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ആയിട്ട് നല്ലൊരു ടീമായിട്ട് പോകേണ്ടതാണ്. ആ ഒരു രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ അണ്ടറിലല്ല ഉള്ളത്. ടെക്സ്റ്റ് ബുക്ക് NIOS നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവരായിരുന്നു. ചിലപ്പോൾ അത് ഡിലേ, കഴിഞ്ഞ പ്രാവശ്യമോ അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുമ്പൊക്കെ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വളരെ വൈകും. ആദ്യത്തെ സമയത്തൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കാത്തിരിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബുക്കിന് പകരം ഗൈഡ് വേഗം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ട് ആ രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് വളരെ വൈകും കൊടുക്കുന്നുണ്ടല്ലോ, ഓരോ ചാപ്റ്ററിന്റെ PDF സബ്ജക്ട് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ PDF കൊടുക്കാറുണ്ട് അല്ലെ. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് PDF ഇട്ട് തരും. പിന്നെ സാറേ ഒരു ചോദ്യം, പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഗൈഡിൽ നിന്നാണ് ഒരുപാട് ചോദ്യം അതേപോലെ വരുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. എക്സ്പീരിയൻസ് വെച്ചിട്ട് ടീച്ചേഴ്സ് പറഞ്ഞത്, നിങ്ങൾക്ക് സബ്ജക്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവര് വിശകലനം ചെയ്തിട്ട് ഗൈഡിന്ന് വരാറുണ്ട്. അപ്പൊ അത് ഗൈഡിൽ തന്നെ വരണം എന്നില്ല. ഗൈഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആ ഗൈഡിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ് പറഞ്ഞു തരാം. ടീച്ചേഴ്സ് പറഞ്ഞിട്ട് മാത്രം പഠിച്ചാൽ മതി ഈ എന്നുള്ളത്. ഗ്രേഡിംഗ് സിസ്റ്റത്തിലുള്ള പോലെ അല്ലാതെ ഈ പണ്ടൊക്കെ നമുക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ കാണാപാഠം പഠിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ വരുമല്ലോ, അതേപോലത്തെ ചോദ്യം ആവോ വരിക? ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുവോ? അതായത് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും വരാറുണ്ട്. അത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സബ്ജക്ട് ടീച്ചേഴ്സ് ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുമായി എത്ര മണിക്കാണ് കറക്റ്റ് ക്ലാസ് തുടങ്ങുക? ക്ലാസ് പിന്നെ ഔദ്യോഗികമായിട്ട് ടൈം നിങ്ങൾ അറിയിക്കണം. ഒന്നുകിൽ 8 to 9 ആയിരിക്കും, അല്ലെങ്കിൽ 8:30 to 9 ആയിരിക്കും. ക്ലാസ് ടെസ്റ്റും പിന്നെ വേറെ എക്സാംസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആകെ ഒരു എക്സാം ഉണ്ടാവുള്ളൂ? അതായത് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചേഴ്സ് ഓരോ സബ്ജക്ട് പാഠഭാഗങ്ങൾ ചാപ്റ്റേഴ്സ് കഴിയുന്നതനുസരിച്ച് അവർ പിന്നെ ടെസ്റ്റുകൾ വെക്കും. കാര്യങ്ങൾ എങ്ങനെയാണ് മോഡൽ എക്സാമുകൾ വെക്കുന്നുണ്ട്, ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോകും. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നീട് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതായാലും അഡ്മിഷൻ എടുത്ത് ഇത്ര വെയിറ്റ് ചെയ്തത്, ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ആപ്പിൽ ക്ലാസ് റൂമുകൾ ഉണ്ടാവും. നമുക്ക് എപ്പോഴാണോ ഒഴിവ് സമയം ആ സമയത്ത് എഴുതിയെടുക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. യെസ്. SSLC ബുക്കൊക്കെ മലയാളമാണെന്നാ പറഞ്ഞത്, പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ചൂസ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ചൂസ് ചെയ്ത് കഴിഞ്ഞാല് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷിൽ വരും. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് എക്സാം ഉണ്ടാവുക. ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് തന്നെയാണ് വരിക. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. രജിസ്ട്രേഷന്റെ ടൈമിൽ നിങ്ങൾ പറയണം കേട്ടോ, ഏത് മീഡിയം ആണെന്നുള്ളത് കൺഫേം ആക്കിയിട്ട് പറയാം. അതേപോലെ ഗൈഡ് മലയാളം മീഡിയം വേണ്ടവര് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം വേണ്ടവര്. ക്ലാസ് ഓഗസ്റ്റ് 15 ശേഷം. ഇപ്പം നമുക്ക് രജിസ്ട്രേഷൻ ആയിരുന്നു ആദ്യം നമ്മളുടെ രജിസ്ട്രേഷൻ ഏകദേശം ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം, ആപ്പ് ക്ലാസ് റൂമുകൾ. ഇതിന്റെ ഒരു സമയം കൂടി വേണം. അതുകൊണ്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് 15 ശേഷമുള്ള ഡേറ്റ് വരും. ലീവ് ഉണ്ടാവില്ല കേട്ടോ. ക്ലാസിന്റെ ലീവ് എന്ന് പറയുന്നത് എന്തെങ്കിലും പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ലീവുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് ലീവ് ഉണ്ടാവും. മഴ കാരണം കളക്ടർ അവധി പ്രഖ്യാപിച്ച ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ചിലപ്പോൾ ലീവ് ഉണ്ടാവാറുണ്ട് പൊതുവെ. അതേപോലെ പിന്നെ ഓണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ, പിന്നെ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ബക്രീദൊക്കെ നമുക്ക് ലീവ് ഉണ്ടാവാറുണ്ട്. അല്ല, നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ കേൾക്കുന്ന ആളുകളുണ്ട്, റെക്കോർഡ് കേട്ട് പഠിക്കാം. ഒരു കുട്ടി മാത്സിന്റെ ചോദിക്കുന്നുണ്ട്. +2 മാത്സ് ആണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനോട് പറയുക, എനിക്ക് മാത്സ് കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് രജിസ്ട്രേഷൻ ചെയ്യും. എക്സാമുമായി ബന്ധപ്പെട്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തു. ക്ലാസ് പകല് ഉണ്ടാവാറില്ല, ക്ലാസ് നൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ജനുവരിയിൽ ക്ലാസ് തീരില്ല കേട്ടോ. 6 മാസമാണെങ്കിലും ജനുവരിയിലൊക്കെ ക്ലാസ് പിന്നെ വളരെ കൂടുതൽ ക്ലാസ്സുകൾ നൽകുന്ന സമയം ജനുവരി, ഫെബ്രുവരി ആകുമ്പോഴേക്ക് ഏകദേശം ക്ലാസ് തീർത്ത് പിന്നെ സ്റ്റഡി ലീവ് ആയിരിക്കും. പിന്നെ ചില സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നവരുണ്ടാവും. ഫെബ്രുവരിയിലൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. മാർച്ചിലും പാഠഭാഗം തീർക്കാൻ വേണ്ടിയിട്ട് 6 മാസം എന്ന് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ക്ലാസ് തുടങ്ങുന്നതാണ്. ശരിക്കും നവംബറിലാണ് ക്ലാസ് തുടങ്ങേണ്ടത്. രജിസ്ട്രേഷൻ പ്രോസസ് നേരത്തെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങും. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ വരുന്ന 6 മാസം. ലാബിന് എക്സാം പറഞ്ഞോ. പിന്നെ മാത്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം പറഞ്ഞ് മാത്സിന്റെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിന്റെ രജിസ്ട്രേഷൻ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വരുന്നത്,
പിന്നെ നിലവിൽ ഏതെങ്കിലും 5 സബ്ജക്ട് ജയിച്ചാൽ നമുക്ക് പ്ലസ് ടു, ഞാൻ ആ ഒരു ടോപ്പിക് കൂടി പറയാണ്. നിലവിൽ NIOS പറയുന്നത് നിബന്ധന എന്ന് പറയുന്നത് ഏതെങ്കിലും 5 സബ്ജക്ട് രജിസ്ട്രേഷൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് പരീക്ഷ പാസ്സാവാം. അപ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഏതെങ്കിലും 4 വിഷയത്തിനെ ജയിക്കുള്ളൂ, ഒരു വിഷയം എനിക്ക് പരാജയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? മാത്സ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള, സയൻസ്. അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 or 2 സബ്ജക്ട് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഒരു സബ്ജക്റ്റിന് 2000 രൂപ വേണ്ടി വരും. ഇപ്പൊ ഡാറ്റ എൻട്രി, ഹോം സയൻസ് പോലെയുള്ള സബ്ജക്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിടാം. രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും വഴിയിൽ അതിന്റെ ക്ലാസ്സുകൾ പഠിക്കാം. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ സിലബസ് 7 സബ്ജക്റ്റ് ആയിട്ട് വന്നു. ഏതെങ്കിലും 2 സബ്ജക്ട് ഫെയിൽ ആയി കഴിഞ്ഞാലും 5 സബ്ജക്ട് ജയിച്ചാൽ അവർക്ക് പാസ്സാവാം. അങ്ങനെയുള്ള ഒരു ടോപ്പിക്, ഒരു സംവിധാനം നിലവിലുണ്ട്. ഇപ്പം പ്ലസ് 2 സയൻസ് എടുക്കുന്നവർക്ക് ഇപ്പൊ ഞാൻ ഈ 2000 കൊടുത്ത് വേറെ സബ്ജക്ട് എടുത്തു, എന്നിട്ട് അതിന്റെ ക്ലാസ്സസ് ഈ ക്ലാസ്സിന്റെ ഒപ്പം പോയിട്ട് അതിന്റെ എക്സാം അതിന്റെ ഒപ്പം തന്നെ വരാം. അതായത് അതിന്റെ ക്ലാസ് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടി വരും. ഗൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. യൂട്യൂബിലൊക്കെ ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ മുമ്പ് എടുത്ത ക്ലാസിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ലൈവായിട്ട് അതിന് ക്ലാസ് കൊടുക്കാറില്ല. പിന്നെ അത് ആവശ്യമുള്ളവർ മാത്രം ആണ് എടുക്കുക. അപ്പൊ അത് പരീക്ഷയ്ക്ക് ഇതിന്റെ ഒന്നിച്ച് ടൈം ടേബിൾ വരും, സാധാ വരുന്നത് പോലെ തന്നെ. നമ്മളിപ്പോൾ 5 സബ്ജക്ട് അല്ലേ, NIOS പറയുന്നത് വേണമെങ്കിൽ 7 സബ്ജക്ട് എടുക്കാം. അപ്പൊ 7 സബ്ജക്ട് ഒന്ന് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന്റെ വേർഡ് എക്സലൊക്കെ പഠിക്കുക എന്നുള്ള സംവിധാനമാണ്. അതിന് പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ടാവും. പിന്നെ ഒന്ന് നമ്മൾ വരിക ഹോം സയൻസ് ആണ്. വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതേണ്ട കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 സബ്ജക്ട് നിങ്ങളുടെ മാനേജറെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് 2 സബ്ജക്ട് കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ആഡ് ചെയ്ത് തരും. അത് ഹാൾ ടിക്കറ്റിൽ വരും. ഒരു സബ്ജക്ട് മാത്രമായിട്ട് അടക്കാൻ പറ്റില്ല? പറ്റും. ഒരു സബ്ജക്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതും. സാർ, ഒരു സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചോ. പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ നാട്ടിൽ വരണമെന്ന് പറഞ്ഞില്ലേ, അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. അതായത് SSLC വിദ്യാർത്ഥികളും സയൻസ് വിദ്യാർത്ഥികളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് എന്നുള്ളത്. അതെങ്ങനെയാ വരിക എന്ന് പറയുന്നത്, പിന്നെ ഫെബ്രുവരി ആവുമ്പോൾ സ്കൂളുകളിലേക്ക് ഈ കുട്ടികൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് അവിടെ സ്കൂളിൽ പോവേണ്ടതുണ്ട്. സ്കൂളിൽ പോയിട്ട് ഇവര് ഹാജരാവണം. നമ്മുടെ ID കാർഡ് കൊടുത്തിട്ട്, സാർ ഇതാണ് എൻ്റെ ID കാർഡ്, ഞാൻ NIOS പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് ഇവിടെയാണ് സെന്റർ കിട്ടിയത്. അപ്പൊ അവരൊരു ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ നിങ്ങൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചിലപ്പോൾ അവരൊരു മാർക്ക് ഇട്ട്. അതിനുശേഷം പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു വർക്ക് ബുക്ക് തയ്യാർ, അതൊക്കെ ഞാൻ പിന്നീട് നെക്സ്റ്റ് മീറ്റിംഗിൽ പറയേണ്ടതാണ്. ഒരു വർക്ക് ബുക്കിൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വന്നിട്ട് മാർച്ച് 15 ശേഷം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം വരും. അപ്പോൾ ആ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ബുക്ക് എടുത്തിട്ട് പോകുക. അപ്പോൾ സയൻസിന്, മാത്സിന്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി ഒരു കുട്ടിക്ക് പിന്നെ എങ്ങനെയും ഫെബ്രുവരിയിൽ വരാൻ കഴിയില്ലെങ്കിൽ, വിദേശത്ത് നിന്ന് വരാൻ കഴിയില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അയക്കുകയൊന്നും ചെയ്യാം. എന്നിട്ട് അവരോട് പറയാം, ഈ രീതിയിലാണ് ഞാൻ വിദേശത്താണെന്ന്. അവരെന്തെങ്കിലും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പ്രാക്ടിക്കൽ എക്സാമിന് നിർബന്ധമായിട്ടും പോകണം. മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് പറയാനുണ്ട്. എത്ര പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ, തിയറി എത്രയുണ്ട്, 33 മാർക്ക് വാങ്ങിയാലാണ് നമ്മൾ ജയിക്കുക. അതിൽ ഒരു 7 മാർക്ക് നമ്മൾ ഏതായാലും നിങ്ങൾക്ക് ഇട്ട് തരും, ഇന്റേണൽ മാർക്ക് കൊടുക്കും. ബാക്കി 26 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങേണ്ടതാണ്. ഓക്കെ. ഈ SSLCന്റെ പിന്നെ പ്ലസ് 2 കാര്യം ഞാൻ പറഞ്ഞോ. SSLCക്കാരും സയൻസുകാരും അവർക്ക് 3 മാർക്ക് വരാറുണ്ട്. ഒന്ന് അവരുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ മാർക്ക്, മറ്റൊന്ന് തിയറി എക്സാമിന്റെ മാർക്ക്, മറ്റൊന്ന് TMAയുടെ മാർക്ക്. ഈ 3 മാർക്കും കൂടിയിട്ടാണ് അവർക്ക് 33 മാർക്ക് വേണ്ടത്. ഇങ്ങനത്തെ കുറച്ച് മാർക്കുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് നമ്മൾ 1-2 മാസം കഴിഞ്ഞ് ഒന്ന് ഇരിക്കും. ആ മീറ്റിംഗിൽ ഞാൻ കംപ്ലീറ്റ് പറയും. ഇപ്പൊ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. മെയിൻ എക്സാം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഉണ്ടാവുക. മെയിൻ എക്സാം എന്ന് പറയുന്നത് ഏപ്രിൽ 8 മുതൽ മെയ് 8 2-3 ദിവസം ഇടവിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കൂർ 2:30 പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും അടുത്ത എക്സാം ഉണ്ടാവുക. ഓൾ ഇന്ത്യ ലെവൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചായിരിക്കും പരീക്ഷ നടക്കുന്നത്. വിദേശങ്ങളിലുള്ളവർക്ക് വേറെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നവരുണ്ടാവും. അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ പരീക്ഷ എഴുതുന്നവർ, അവർക്കൊക്കെ ടൈം ടേബിൾ വ്യത്യാസമായിരിക്കും കേട്ടോ. സാറേ,
പരീക്ഷാ സെന്റർ അതായത് ജില്ലകളിൽ തന്നെ ആയിരിക്കൂലേ? ഇപ്പൊ നമ്മൾ അതെ കണ്ണൂർ ജില്ലയിലും കണ്ണൂർ ജില്ലയിലായിരിക്കൂലേ? അതായത് പിന്നെ ഇപ്പോ വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ളത് പിന്നെ സ്റ്റഡി സെന്റർ ആണ്. സ്റ്റഡി സെന്റർ, ഈ സ്റ്റഡി സെന്ററിന്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലാണ്, ചിലപ്പോൾ അതായിരിക്കാം അല്ലെങ്കിൽ അതിന്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും പരീക്ഷാ സെന്റർ ഉണ്ടാവുക. അപ്പോ ഏതെങ്കിലും ആലപ്പുഴ അതേപോലെ വയനാടൊക്കെ സീറ്റുകൾ കുറവായത് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോ കുട്ടികൾക്ക് ആവാറുണ്ട് പരീക്ഷാ സെന്ററുകളൊക്കെ അങ്ങനെ മാറാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒന്നുകിൽ കോഴിക്കോട് വന്നിട്ട് എഴുതും, അല്ലെങ്കിൽ ഞങ്ങളോട് പറയും സാർ ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ അടുത്തതിൽ ഞാൻ പരീക്ഷ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നവരുണ്ട്. ഏതായാലും അതാത് ജില്ലകളിൽ തന്നെ ആയിരിക്കും പരീക്ഷാ സെന്റർ. ഈ ജില്ലകളിൽ ചിലപ്പോൾ മലപ്പുറം ജില്ലക്ക് വരെ എനിക്ക് തോന്നുന്നു ഒരു 10-12 സ്കൂളുകളിൽ ഇപ്പൊ സെന്ററുകൾ വരുന്നുണ്ട്. അപ്പോ ചില ജില്ലകളിലൊക്കെ സെന്ററുകൾ ഇപ്പോ കുറച്ച് ദൂരൊക്കെ ആയിരിക്കും പരീക്ഷാ സെന്റർ. എങ്കിലും എനിക്ക് തോന്നുന്നു പിന്നെ ഒരു 30-40 കിലോമീറ്റർ ഒക്കെ ചിലപ്പോൾ ദൂരം ഉണ്ടാവാറൊക്കെ ഉണ്ട്. 50 കിലോമീറ്റർ ഒക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. വർഷത്തിൽ ഞാൻ പറഞ്ഞു ഒരു 5 വിഷയം എഴുതാനുള്ള 5 ദിവസം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതായത് ജില്ലകളിൽ തന്നെ ആയിരിക്കും സെന്റർ. ഓക്കെ താങ്ക്സ് സാർ. ആലപ്പുഴ ജില്ലക്ക് പിന്നെ സെന്റർ കുറവാണെന്നാണ് പറഞ്ഞേ. ആലപ്പുഴ ജില്ലയിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് പിന്നെ തൊട്ടടുത്ത ജില്ലകളിലൊക്കെ പോയിട്ട് SSLC ക്കാൻ തോന്നുന്നു കേട്ടോ. അതിൽ SSLC-ക്കൊക്കെ SSLC നിങ്ങൾ സെന്റർ ഏതാ, നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞോ? ഓഫീസിൽ നിന്ന് വിളിച്ചോ? രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പൊ സെന്റർ ഏതാ തന്നെ? നിങ്ങൾക്ക് സെന്റർ തന്നിട്ടുണ്ടായിരുന്നോ? സെന്റർ തന്നിട്ടില്ല. ഓക്കെ, നിങ്ങളെ വിളിക്കും വരുന്ന 2 ദിവസത്തിനുള്ളിൽ. നിങ്ങളെ തൊട്ടടുത്ത ഒന്നുകിൽ ആലപ്പുഴ തന്നെ ഉണ്ടാവും. ഞങ്ങളിപ്പോ UAE-ലായിരുന്നു ഉള്ളത്. അപ്പൊ എക്സാം എഴുതണമെങ്കിൽ നാട്ടിൽ വരണമല്ലോ. ഓക്കെ, അവരെ നിങ്ങളെ വിളിച്ച് പറഞ്ഞു തരും കേട്ടോ സെന്റർ എവിടെയാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ തരും. ഓക്കെ, അപ്പോ സഹകരിച്ചിരുന്നതിന് താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അടുത്ത മീറ്റിംഗിൽ ഇതിപ്പോ ഫസ്റ്റ് ആണല്ലോ, ആദ്യമാണല്ലോ. അടുത്ത മീറ്റിംഗിൽ നമുക്ക് മീറ്റിംഗിൽ തന്നെ ഇരിക്കാൻ വേണ്ടി രീതിയിൽ ലൈവായിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരണം കേട്ടോ. നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പോ എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതുന്നു. പിന്നെ താങ്ക്സ് സാർ. ഞാന് എന്റേതായ ഒന്ന് മെസ്സേജ് അയക്കണം. വോയിസ് ഞാൻ ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതിയാലും മതി കേട്ടോ. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് NIOS-മായി ബന്ധപ്പെട്ടിട്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, NIOS എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും 10 വർഷത്തോളായിട്ട് ഓരോ വർഷവും 2 ബാച്ചുകളായിട്ട് ഏപ്രിൽ ഒക്ടോബർ ബാച്ചുകളായിട്ട് നമ്മൾ ഇങ്ങനെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പം പിന്നെ റിസൾട്ടും പിന്നെ പൊതുവേ റിസൾട്ട് വരുന്ന സമയത്ത് NIOS-ന്റെ ഒരുപാട് ക്യാമ്പസുകളുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ എടുത്തതാണ്. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ അഡ്മിഷൻ എടുത്തൊക്കെ റെഡി ആയതാണ്. പറഞ്ഞു വന്നത് പിന്നെ പലരും അഡ്മിഷൻ എടുത്ത് പിന്നെ വാട്സപ്പിൽ കുറെ ഇങ്ങനെ വോയിസുകൾ കൊടുക്കുക, ക്ലാസ്സുകൾ ഇങ്ങനെ പോവുക, പരീക്ഷ ഹാളിൽ പോകുമ്പോഴേക്ക് നമുക്കൊന്നും എഴുതാൻ പറ്റുക, ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാവുക. ഇവിടെ ഒന്ന് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു സഹകരണം. നമ്മൾ ആ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് സമ്മാനിക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് ചെയ്യേണ്ടത് ഓരോ വിദ്യാർത്ഥിയും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ പഠനമാണ്. അപ്പൊ അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട്, അതുപോലെ തന്നെ ഒരു സഹകരണം, ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ വിദ്യാർത്ഥികൾ തമ്മിൽ സപ്പോർട്ട് കൊടുക്കണം. നോട്ട്സ് കൊടുക്കേണ്ടവരുണ്ടാവും, പിന്നെ നോട്ട്സ് എഴുതിയവരുണ്ടാവും. ഷെയർ ചെയ്ത് ഒരു പിന്നെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ആപ്പ് ക്ലാസ് റൂമുകളിൽ പോകുന്ന സമയത്ത് ഒരു കാരണത്തിൽ ആപ്പിലൂടെയുള്ള ചാറ്റുകളിൽ നിങ്ങൾ, കാരണം ഞാൻ കഴിഞ്ഞ ആപ്പിൽ നോക്കുന്ന സമയത്ത് ഇവർ നമുക്ക് ഗെയിം കളിക്കാം, ലൂഡോ കളിക്കാം, വിദ്യാർത്ഥികൾ തമ്മിൽ മെസ്സേജാണ്. ക്ലാസ് റൂമുകളിൽ ഈ രീതിയിലുള്ള മെസ്സേജുകൾ മാക്സിമം ഒഴിവാക്കുക. ആപ്പ് ക്ലാസ് റൂമുകളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല, വേറെയും പല വിദ്യാർത്ഥികളുണ്ടാവും. അപ്പൊ അവിടെ പിന്നെ കണക്ഷനുകൾ, മെസ്സേജുകൾ കൂടുതൽ വരുമ്പോൾ അവരുടെ ആപ്പ് ക്ലാസ് റൂം ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്, കുറെ മെസ്സേജുകൾ വരുമ്പോൾ. അപ്പൊ ആപ്പ് ക്ലാസ് റൂമുകളിൽ മാക്സിമം ചാറ്റുകൾ ഒഴിവാക്കുക. സബ്ജക്ട് ഗ്രൂപ്പുകൾ ഉണ്ട്, അവിടെയും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കീപ്പ് ചെയ്ത് നല്ല വൈബുള്ള, നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല റിസൾട്ട് അതിനായിരിക്കണം നൽകേണ്ടത്. നമുക്കിവിടെ 100% വിജയം കിട്ടാൻ നിങ്ങൾ പിന്നെ മാക്സിമം ഇടപെടണം. ഞങ്ങളുടെ ഭാഗത്ത് ഒഫീഷ്യൽ ടീം, എല്ലാവരും നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെ മാക്സിമം ചെയ്യാനുള്ള രീതിയിലുള്ള ഇടപെടലുണ്ടായിരിക്കും. ഏതായാലും പിന്നെ നമുക്ക് ഫീസുമായി ബന്ധപ്പെട്ടതൊക്കെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു കാര്യം NIOS-മായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും നമുക്ക് ഇവിടെ നോക്കാം. NIOS-മായി ബന്ധപ്പെട്ട് പിന്നെ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളും വന്നു, ക്ലാസ് റൂമുകളും വന്നു കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് 15-ന് ശേഷം നമുക്കൊരു 20-25
ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓക്കെ 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 വെൽക്കം. പിന്നെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് 45 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് ഒരു 45 മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് സെന്ററിൽ വരും. സെന്ററിൽ പോയിട്ട് നമ്മൾ വാങ്ങേണ്ടതാണ്. സാർ അപ്പൊ ഈ UAE ഉള്ളവര് നമ്മുടെ 12th പഠിക്കണവര് എവിടുന്ന് എക്സാം എഴുതുക? എങ്ങനെ മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. 12th പഠിക്കണവര് UAE ഉള്ളവര് എവിടെ എക്സാം എഴുതുക? നാട്ടിൽ വരണോ? നാട്ടിൽ വരണം, തീർച്ചയായും. പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നാട്ടിൽ വരണം. കൊമേഴ്സ് ഏത് ഗ്രൂപ്പായി കഴിഞ്ഞാലും എന്നെയോട് ഞങ്ങൾ ഇപ്പോൾ വിദേശത്ത് എക്സാം എഴുതാനുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നില്ല. കാരണം വിദേശത്ത് എന്ന് പറയുമ്പോൾ അത്രയും രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് എക്സാം എഴുതിയിട്ട് പോകാം എന്നുള്ളത് കൊണ്ട് ആ റിസ്ക് ഏറ്റെടുക്കാറില്ല. അപ്പോൾ പിന്നെ നാട്ടിൽ പരീക്ഷയുടെ സമയത്ത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും ആണെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ഏപ്രിൽ 5 ആകുമ്പോഴേക്ക് നാട്ടിൽ എത്താം. ഒരു മെയ് 5 മെയ് 10 ആകുമ്പോഴേക്ക് നാട്ടിൽ തിരിച്ചു പോകാം. ലാസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം SSLC പഠിച്ച കുട്ടികൾക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഉള്ളൂ ഫുള്ള് സർട്ടിഫിക്കറ്റ് കിട്ടൂ. അപ്പൊ ഞാൻ ഈ കൊല്ലം 27th 4 എക്സാം എഴുതി പാസ്സായി എനിക്ക് കോളേജ് പോകാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ +2 ക്വാളിഫൈഡ് ആവണമെങ്കിൽ 2 വർഷം. +2 ആണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ +1 ആയിട്ട് ഇവർ പരിഗണിക്കുള്ളൂ. ഇപ്പോൾ +2 കഴിയണമെങ്കിൽ 2 വർഷം പൂർത്തിയാകണം. ഓക്കെ ഓക്കെ. പോകാൻ പറ്റുള്ളൂ. മാത്സ് SSLCന്റെ സബ്ജക്റ്റ് ആരോ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം ഓർ അറബിക്, സോഷ്യൽ, സയൻസ്, മാത്സ്. സോഷ്യൽ സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ്. ഇതാണ് സബ്ജക്റ്റ് വരുന്നത്. നമുക്കൊരു പിന്നെ അധികം വൈകാതെ നമുക്കുകൂടി മീറ്റിംഗ് കൂടാട്ടോ. ഇങ്ങനെയുള്ള മീറ്റിംഗ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു, അടുത്ത മീറ്റിംഗ് ആകുമ്പോഴേക്കും എല്ലാവരും ഒന്ന് സെറ്റായി വന്ന് വീഡിയോ ഫോൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാനും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഞാനത് നിർബന്ധിക്കുന്നല്ല കേട്ടോ, പല തിരക്കൊക്കെ ആയിരിക്കും. എന്നാലും നമ്മുടെ മീറ്റിങ്ങിൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കുകളുമായി ബന്ധപ്പെട്ടത് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, എത്ര മാർക്ക്. SSLCന്റെ റിസൾട്ട് അപ്പൊ എപ്പോഴാണ്, ഏത് ടൈമിലാണ് അറിയല്? SSLCന്റെ റിസൾട്ടോ? അതെ. എക്സാം എഴുതിയോ? ഇല്ല, എഴുതാന് NOCന്റെ റിസൾട്ട്. NIOCന്റെ SSLCന്റെ എക്സാം എഴുതി കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരും. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വേറെ ഇപ്പൊ സ്കൂളിലൊക്കെ ഇപ്പൊ +2 ചേരണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കോ? ടൈം എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ SSLC കഴിഞ്ഞു. ഇപ്പോ ഞാൻ പറഞ്ഞ മെയ് 8 വന്നില്ലേ? അപ്പോ പിന്നെ രജിസ്ട്രേഷൻ മെയ് 8 കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ജൂൺ കഴിഞ്ഞ ഒരു ജൂലൈ 20 റിസൾട്ട് വരും. ജൂലൈ 20 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ആ സമയത്തിന് എടുക്കാം കേട്ടോ. കാരണം മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് പിന്നെ ഒരു 45 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ ഓക്കെ. അതല്ല, ഈ പ്രാക്ടിക്കൽ എക്സാം ഫെബ്രുവരിയിലാണ് വരുന്നത് SSLCന്റെ ക്ലാസ്. ഒന്ന് മെസ്സേജ് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അതുപോലെ വേറൊരു ചോദ്യം ചോദിച്ചത് എന്താണ്, പിന്നെ സബ്ജക്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഞാൻ തരാം. അവരെ ജസ്റ്റ് വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്ട് സാധാരണ സബ്ജക്ട് ഹലോ, അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയില്ലേ? NIOS എന്താന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഈ അസൈൻമെന്റ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അസൈൻമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം രജിസ്ട്രേഷന് അതൊക്കെ സമയമാകുന്ന സമയത്ത് നിങ്ങൾക്ക് മീറ്റിംഗ് തരും. ഇപ്പൊ ജസ്റ്റ് നമുക്കിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. രജിസ്ട്രേഷന്റെ കാര്യങ്ങളും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മെറ്റീരിയൽസ്, ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓരോ സമയം ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് സാറിന്റെ തന്നെ മീറ്റിംഗ് പ്രത്യേകം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പിലാണ് ഉള്ളത്. SSLCക്കാരും +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ഒരു ഗ്രൂപ്പിലാണ് ഉള്ളത്.
ഇപ്പൊ നാളെ മുതൽ നമ്മൾ നിങ്ങളെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തിരിക്കും. SSLC സ്റ്റുഡൻസിന് വേറെ, +2 കോഴ്സ് വൈസ് ആയിട്ട് തിരിക്കും. അതിനുശേഷം സബ്ജക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ടീച്ചേഴ്സിനെയും നിങ്ങളെയും ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അടുത്ത പടിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ചൊരു പണിയുള്ള കാര്യമാണ്. കാരണം എല്ലാവരും അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മെയിൻ ഗ്രൂപ്പിൽ, അതായത് നമ്മൾ ഏപ്രിൽ ബാച്ച് എന്ന് പറഞ്ഞാൽ ന്യൂസിന്റെ ഗ്രൂപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ വരുന്ന മെസ്സേജസ്, ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് മാത്രമേ അവിടെ വരുള്ളൂ. അത് ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലിങ്ക് അവിടെ വരും. അതിൽ അതാത് കോഴ്സ് വൈസ് ആയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. അതുപോലെ ആപ്പിന്റെ ലിങ്ക് വരും. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ തരും. അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ രീതിയിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? പിന്നെ രജിസ്ട്രേഷൻ്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് മാറാനോ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ചേഞ്ച് ആക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ രജിസ്ട്രേഷൻ ഒരു നമ്പർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ലേ, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ചെയ്യിപ്പിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യിപ്പിക്കണം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് ആണെങ്കിലും വരുത്താൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നമ്മൾ ഷീറ്റ് എടുക്കും. ഓക്കെ മിസ്, എന്റെ നെറ്റ് പോയതാ കേട്ടോ, ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ സാർ, സംസാരിച്ചോളൂ. ഓക്കെ ആണല്ലോ, നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചല്ലോ പൂർണ്ണമായിട്ടും. ഓൺലൈനിൽ ഓക്കെ എക്സാം എഴുതാൻ കഴിയില്ല കേട്ടോ. എക്സാം സ്കൂളിൽ പോയിട്ട് തന്നെ എഴുതണം. ന്യൂസിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സമയം 1 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ. സാർ എല്ലാം ഓക്കെ ക്ലിയർ മാം, ഞാൻ ലീവ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു സംശയം മേഡം, അത് ചോദിച്ചോളൂ. എന്റെ ക്ലാസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ അടുത്തുനിന്ന് അത് വേറെ ഫോണിലായിരുന്നു. അത് ഡിസ്പ്ലേന്റെ കംപ്ലൈന്റ് ആയപ്പോൾ പോയി. അപ്പോൾ അത് ഒന്നുകൂടെ എനിക്കത് എവിടാന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടി? എന്ത് മനസ്സിലായില്ല? രജിസ്ട്രേഷന്റെ കാര്യമാണ്. അതെ, രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞു. എൻ്റെ എനിക്ക് ഒരു മെയിലിൽ പാസ്വേഡും യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ഓക്കെ, അത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് നൽകും. അതിന്റെ കംപ്ലീറ്റ് ഡാറ്റ ഓരോ വിദ്യാർത്ഥിക്കും ഒരു ID കാർഡ് നൽകും. അപ്പൊ അതിൽ കംപ്ലീറ്റ് ഉണ്ടാവും നമ്മുടെ സെന്റർ കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത്. എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. അത് ഇവിടെ ഓഫീസിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നുകൂടി തരും അവര്. ചെയ്യാം അല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സർ? യെസ്. ഓക്കെ, താങ്ക് യു ഓൾ. വെൽക്കം. താങ്ക് യു സർ. ഓക്കെ.